ആത്മാർത്ഥമായിട്ടിരിക്കണം. സ്തോത്രം. അതായിരിക്കണം ഏറ്റവും നല്ലത്. ഇന്ന് കടന്നു വന്ന പുതിയ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുടുംബത്തിനായി സ്തോത്രം. ബാക്കി ഇവിടെ വന്ന എല്ലാ പുതിയതായി വന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സഹോദരങ്ങളിൽ ഇത്രയും വൈകിട്ട് ദൂരം ഉള്ളതുകൊണ്ടും അതുപോലെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ടും അവർക്ക് പലർക്കും വരാൻ പറ്റിയില്ല. എങ്കിലും അവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓൺലൈനിൽ അവർ ശ്രദ്ധിക്കട്ടെ. അതൊരനുഗ്രഹമായി തീരട്ടെ. സ്തോത്രം. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇപ്പം നമ്മളിവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുക. സോണി ബ്രദറുണ്ടോ? ഉണ്ടോ? ഇല്ല. സ്തോത്രം. കുഴപ്പമില്ല. ഇവിടെ ശബ്ദത്തിനൊന്നും പ്രശ്നമൊന്നുമില്ല അല്ലേ? ഒന്നുമില്ല. അപ്പം നമ്മൾ ഇവിടെ വന്നിരുന്നേച്ച് ശാന്തമായിട്ട് പോകുന്നതിനേക്കാൾ നന്നായിട്ടൊന്ന് സത്യത്തിൽ ആത്മാവിലൊന്ന് ആരാധിച്ചൊക്കെ പോകുന്നത് നല്ലതല്ലേ? ആണോ? അപ്പം നമുക്ക് രാവിലെ ഒന്ന് ഒരു പാട്ട് പാടി കൈയടിച്ച് നന്നായിട്ടൊന്ന് ആരാധിച്ചിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കണം അല്ലേ? അതായിരിക്കണം ഏറ്റവും നല്ലത്. കാരണം ഇന്നലെ വരെ ഒരുപക്ഷെ കഥാപ്രസംഗം നടന്നിടമായിരിക്കാം, അല്ല ഇന്നലെ വരെ വേറെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം നടന്നിടമായിരിക്കും. പക്ഷെ ദൈവജനം ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ആരാ വരുന്നത്? അവിടെ ദൈവം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളാണ് നമ്മളെന്ന് നമുക്ക് അഭിമാനമുണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തെ വിളിച്ചാൽ ആ ദൈവം ഇവിടെ വരും. ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ്. കയ്യുടെ താളമൊന്നും വിഷയമല്ല, ശബ്ദമൊന്നും വിഷയമല്ലെങ്കിൽ നമ്മൾ കരമടിച്ച് നമ്മൾ റിയാദ് ചെയ്യുന്നതിനേക്കാൾ നമുക്ക് അസൗകര്യമായിട്ട് ഇവിടെ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കങ്ങനെ ഒന്ന് കൈയടിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴല്ലേ, ആരാധനയിലല്ലേ ചങ്ങല ആന്നോ? എനിക്കറിയില്ല. ആന്നോ? സ്വത്ര ചങ്ങല പൊട്ടുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് ആരെങ്കിലും ബന്ധിക്കപ്പെട്ടവരായി വന്നിട്ടുണ്ടെങ്കിൽ അത് കെട്ടിപിട വെച്ച് പൊട്ടട്ടെ. ഇറങ്ങിപ്പോകുന്ന ഫ്രീ ആയിട്ട് പോട്ടെ യേശുവിൻ്റെ നാമത്തിൽ. മനുഷ്യർക്കാർക്കും കെട്ട് പൊട്ടിക്കാൻ പറ്റത്തില്ല, പക്ഷെ പൊട്ടിക്കാൻ ശക്തിയുള്ള ഒരു ദൈവം വന്നിട്ടുണ്ട്. ആ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടാനിടയാകും. ഈ ലോകത്തിൽ മന്ത്രവാദികളും അതുപോലെയുള്ളവരും പലരുടെ നാശത്തിന് അവരെ പല കെട്ടുകൾ കെട്ടുമ്പോൾ അവരെ പേടിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആത്മാവിൽ ആരാധിക്കുന്നവർക്ക് അത് ആത്മാവിൽ കാണാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും ഒന്നു ചേർന്ന് കരമടിച്ച് നമുക്ക് പാടി മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ രോഗങ്ങൾ മാറും, നമ്മുടെ ഭാരങ്ങൾ മാറും, നമ്മുടെ ഒറ്റപ്പെടൽ മാറും, നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം സംഭവിക്കുമെന്ന് ആത്മാവിൽ കാണുന്ന ദൈവമക്കൾ ഒന്നിച്ചൊരു പാട്ടിൻ്റെ ഈരടികൾ ഒന്നിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ചേർന്ന് പാടിക്കാട്ടെ. സ്വതന്ത്രം. ഓ ആത്മമാരി കൊണ്ടോ നിറയണമേ, ആത്മമാരി കൊണ്ടോ നിറയണമേ. ദൈവത്തിൻ്റെ പ്രകാശിക്കാവേ, പ്രകാശിക്കാവേ. ആമേൻ. അന്ധാരോ പാപത്തിന്റെ അന്ധാരോ എല്ലാം ഓ എല്ലാം ഉള്ളത് നിന്നും നീങ്ങി പോകട്ടെ. ആമേൻ.
പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ വെറുതെ നമുക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാൻ തക്കവണ്ണം സ്വർഗമിടയാക്കിയല്ലോ. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കാൻ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഇന്ന് നമ്മൾ കേട്ടതുപോലെ കർത്താവിൻ്റെ കാൽവരി മരണം അത് മാനവരാശിയുടെ രക്ഷയായിരുന്നു. ആ രക്ഷയ്ക്ക് വേണ്ടിയാണ് കർത്താവ് അതെല്ലാം ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ആ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് ചെയ്തപ്പോൾ ഒരാളും കൂടെ ഇന്നത്തെ ദിവസം ആ രക്ഷയോടുള്ള ബന്ധത്തിൽ വേർതിരിക്കപ്പെടാൻ തക്കവണ്ണം ദൈവം ഭാഗ്യം കൊടുത്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഉള്ളിലെ ആഗ്രഹം ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ഇച്ഛിച്ച് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതൊരു ദീർഘക്ഷമയുടെ കാലമാണ്. ആർക്കും അടുത്ത് ചെല്ലാൻ പറ്റുന്നൊരവസരമാണ്. ആർക്കും ഈ ദൈവത്തെ ത്യജിച്ച് മുന്നോട്ട് പോകാനുള്ള അവസരമാണ്. അവരവരുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു അവസരമാണ് ഈ കാലഘട്ടം. പ്രത്യേകിച്ച് ലവോദിക്ക സഭയുടെ സ്വഭാവത്തിൽപ്പെട്ട അവസ്ഥ. ആ ഭാഗങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ദൈവമക്കളെ, കേട്ട സത്യം അതിനനുസരിച്ച് ഓരോരുത്തരും ഉണരേണ്ടത് ആവശ്യമാണ്. യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ദൈവത്തോട് അടുക്കും തോറും ദൈവം നമ്മോട് അടുത്തു വരും. ഒരായുസ് നമുക്ക് ദൈവം തന്നിട്ടുള്ളൂ. ആയുസ്സിൽ എപ്പോൾ ഈ ലോകം വിട്ടു പോകുമെന്ന് അറിയത്തില്ല. എന്നാൽ ഏത് സമയത്ത് പോയാലും രണ്ട് കരം നീട്ടി സ്വീകരിക്കുന്ന ഒരു യേശു ഉണ്ട് ഉയരത്തിൽ. ആ യേശു ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോകണമെന്നുള്ള ബോധ്യത്തോടു കൂടി ദൈവസന്നിധിയിൽ ഇരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ കരമോട് നീട്ടപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. സ്തോത്രം. സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. 119 സങ്കീർത്തനം 4 വാക്യം. ഹല്ലേലൂയ. ആ വാക്യം നമുക്ക് ഉറക്കെ ഒന്ന് വായിക്കാം. உமது கட்டளைகளை நாங்கள் கருத்தாய் கைக்கொள்ளும்படி நீர் கற்பித்தீர். മതി. ബൈബിളിൽ നമ്മെ പഠിപ്പിക്കുന്നു ഈ വചനം ഇത് പേടിയില്ലാതിരിക്കാൻ തലവണയിൽ അടി വെക്കേണ്ടതല്ല. ഇത് കൊണ്ട് നടക്കാൻ വേണ്ടിയുള്ളതല്ല. ഇത് ജീവിതത്തിൽ അനുഭവത്തോടെ കൊണ്ട് നടക്കാനാ. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന വചനം വീണ്ടും വായിക്കാം. ദൈവത്തിന്റെ പ്രമാണം കൃത്യതയോടുകൂടി ആചരിക്കാനുള്ളതാ. പലപ്പോഴും ബൈബിൾ പലരുടെയും നമ്മൾ നോക്കുമ്പോൾ സങ്കീർത്തന ഭാഗത്തിലാണ് ഏറ്റവും കൂടുതൽ വായിക്കാൻ ഉള്ള സൗകര്യമായിട്ട് കാണുന്നത്. ഇതിന്റെ ഏറ്റവും ഇഷ്ടമായിട്ട് വായിക്കുന്നതാണ് നമുക്ക് അനുഗ്രഹം. ഇത് ധ്യാനിക്കാനുള്ളതാ. ഇത് കൽപ്പിച്ചു തന്നിരിക്കുന്നതാ. ഇതെല്ലാ ദിവസവും വായിക്കണം. ഇതെല്ലാ ദിവസവും ധ്യാനിക്കണം. അറിഞ്ഞ സത്യം നമ്മൾ ചെയ്യാതിരുന്നാൽ അത് പാപമാണെന്ന് വചനം പറയുന്നത്. ലേവ്യാഗമം 5-ാം അധ്യായം അതിന് 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഒരുത്തൻ സത്യവചനം കേട്ടിട്ട് അവൻ അനുഭവത്തിൽ വന്നതാണെങ്കിൽ, അവൻ കേട്ടതും കണ്ടതും സത്യമാണെങ്കിൽ, സത്യത്തെ കേട്ടുവിട്ട് അവൻ കേട്ടത് സത്യം എന്ന് ചൊന്നാൽ അറിയാതെ പാപം ചെയ്താൽ
ஆமென் ஸ்தோத்திரம். அவன் சத்தியத்தை அறியாதபடி அவன் பாவம் செய்வானானால் அந்த குற்றத்தை அவன் ஸ்தோத்திரம் அவன் தலைமேல் சுமரும். എന്റെ മക്കളെ, ദൈവവചനം കേട്ടിട്ട് அப்படி கர்த்தருடைய வசனத்தை கேட்டுவிட்டு അത് അറിഞ്ഞിട്ട് அவன் அதை நாம் அறிந்தும் പല അനുഭവങ്ങളിൽ കൂടി ദൈവത്തിന്റെ പ്രവൃത്തി മനസ്സിലാക്കിയിട്ട് அவன் ஸ்தோத்திரம் நாம் தேவனுடைய கட்டளைகளை நாம் அறிந்து புரிந்து விட்டு അതിനെ അവഗണിച്ചാൽ அவன் நாம் தள்ளி விடுவோமானால் ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു അത് പാപമാണ്. அவன் வேதம் சொல்லுகிறது அது பாவத்துக்கு அவன் பாவம் உன்மேல் சுமரும் என்று. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ സമയം ஆனால் இந்த காலை வேளையில എത്ര ഭയങ്കരമായ അവസ്ഥയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ളത്. எவ்வளவு பெரிய பாவங்கள் நமது வாழ்க்கையிலே காணப்படுகிறது. ഇന്ന് പകൽക്കാലം എത്ര പേർ വചനത്തെ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നു? എത്ര പേർ இந்த கர்த்தருடைய வார்த்தையை நீங்கள் கைக்கொள்ள விரும்புகிறீர்கள்? വചനം സത്യമാണ്. கர்த்தருடைய வார்த்தை உண்மையுள்ளது. അത് നമ്മെ അനുഗ്രഹിക്കുന്നതാണ്. നമ്മെ ആശീർവദിക്കുന്നത്. അത് നമ്മെ ബലപ്പെടുത്തുന്നതാണ്. ബലപ്പെടുത്തുகிறது. അത് നമ്മുടെ ജീവിതത്തെ സ്ഥിരപ്പെടുത്തുന്നതാണ്. കർത്തരുടെ വചനം നമ്മെ സ്തോത്രമല്ലേ നേരായി നടത്തുகிறது. അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്നതാണ്. வாழ்க்கைக்கு വ്യത്യാസത്തെ ഉണ്ടുപടുത്തുகிறது. എത്ര പേര് പകൽക്കാലം ആഗ്രഹിക്കുന്നു, എന്റെ ദൈവമേ എനിക്കൊരു മാറ്റം തരണമേ? എത്ര പേർ വിരുമ്പുகிறீர்கள் യേശുവിന്റെ നാമത്തിൽ ശലോമോനെ രാജാവാക്കുന്ന സമയത്ത് ശലോമോനെ രാജാവാക അഭിഷേകം ചെയ്യും. ദാവീദ് പറയുന്ന ഒരു കാര്യം ആമേൻ സ്തോത്രം അവിടെ ഉണ്ട്. അതായത് 1 നാലാകമം 1 ദിനവൃത്താന്ത പുസ്തകം 28-ാം അധ്യായം. தாவீது சாலமோனை அபிஷேகம் செய்யும் பொழுது தாவீது சொல்லுகிற ஒரு வார்த்தை உண்டு. 1 நாளாகமம் 28-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളാണ്. 6-7 ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. വായിച്ചു. ഓക്കെ, 7-ാം വാക്യം മാത്രം വായിച്ചാൽ മതി. നമുക്ക് 6-ാം വാക്യത്തിൽ വായിച്ചു കേട്ടല്ലോ. പ്രിയപ്പെട്ടവരെ, അവിടെ പ്രത്യേകം എഴുതിയിരിക്കുകയാണ്, അവൻ എന്റെ കൽപ്പനകളും പ്രമാണങ്ങളും. ആമേൻ. கேளுங்கள். ஆமென் ஸ்தோத்திரம். சாலமோன் கர்த்தருடைய வார்த்தைகளை கைக்கொண்டு இருக்கும் பொழுது தேவன் சொல்லுகிறார், நான் அவனுக்கு பிதாவாக இருப்பேன் என்று சொல்லி. ആർക്കാണ് പിതാവായിരിക്കുന്നത്? ദൈവം. ദേവൻ പിതാവാக இருப்பார். വചനം അനുസരിക്കുന്നവർക്ക്, വചനത്തെ കൈക്കൊള്ളുന്നവർക്ക്, വചനം വായിക്കുന്നവർക്ക്. വചനത്തെ വാസിക്കുന്നവർക്ക്. ഇന്ന് പകൽ എന്റെ പിതാവ് എന്ന് വിളിക്കുമ്പോൾ വചനമില്ലാത്തവനാണെങ്കിൽ അവർക്ക് പിതാവ് ആരായി മാറുമെന്ന് ഈ പകൽ മനസ്സിലാക്കി ചിന്തിക്കുക. യേശുവിന്റെ നാമത്തിൽ ദേവനെ അപ്പാ എന്ന് കൂപ്പിടും പൊழுது ദേവനിടത്തിലിருந்து ഒന്നെയും അവർ പെറ്റുകൊള്ള முடியாது. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ വചനമാണ്. നമ്മുടെ അപ്പാവാக இருக்கிறவர் വാർത്തയാണ് ദേവൻ. അവൻ ജഡത്തിൽ വന്നതാ. അവൻ ഒരു മാംസത്തിൽ വെളിപ്പെട്ടവൻ. അതുകൊണ്ടാണ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറയുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ சொல்லப்படுகிறது, ആദിയിൽ വാർത്ത ഇരുന്നത്, அந்த വാർത്ത ദേവനിടത്തിൽ ഇരുന്നത് എന്ന് ചൊല്ലുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ സമയം എന്റെ ദൈവമക്കളെ, ദൈവത്തിന്റെ വചനത്തെ ഈ പകൽക്കാലം നമുക്ക് ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. பிள்ளைகளே, கர்த்தருடைய வசனத்தை நாம் கைக்கொள்ள வேண்டியது அவசியமாயிருக்கிறது. ശലോമോനെ പറ്റി പറയുമ്പോൾ അപ്പനാണ് എന്റെ ദൈവം അവന്റെ എന്നാണ് പറഞ്ഞത്. ആമേൻ സ്തോത്രം. സാലോമോനെ കുറിച്ച് ചൊല്ലും പൊழுது ആമേൻ സ്തോത്രം ദേവൻ സാലോമോനിൻ പിതാവാக இருக்கிறார். 7-ാം വാക്യം വീണ്ടും വായിക്കാം. അവൻ ഇന്ന് ചെയ്യുന്ന പോലെ എന്റെ കൽപ്പനകളും വിധികളും ആചരിപ്പാൻ സ്ഥിരത കാണിക്കുമെങ്കിൽ ഞാൻ അവന്റെ രാജ്യത്വം എന്നേക്കും സ്ഥിരമാക്കുമെന്ന് അരുളി. അപ്പോൾ വചനത്തിൽ സ്ഥിരത കാണിക്കുമെങ്കിൽ, കർത്തരുടെ വചനത്തെ നിങ്ങൾ കൈക്കൊണ്ട് അതിൻപടി നടപ്പീர்களானால், അങ്ങനെ ഒരു സ്ഥിരത ഉണ്ടായാൽ அப்படிப்பட்ட நேர்மையாய் நீங்கள் நடக்க முடியுமா? തിരുവചനം പറയുന്നു, കർത്തരുടെ വചനം சொல்கிறது, അവനെ ഞാൻ സ്ഥിരമാക്കും. അവനെ ഞാൻ കൈക്കൊള്ളുവേൻ. അവനെ ഞാൻ സ്ഥിരമാക്കും. അവനെ ഞാൻ കൈക്കൊള്ളുവേൻ. ഇന്ന് രാവിലെ ആരെങ്കിലും ആടിയ അവസ്ഥയോടെ ഇരിക്കുന്നെങ്കിൽ, இந்த நேரத்திலே யாராவது அப்படி ஸ்தோத்திரம் அலைஞ்ச நிலைமையில் காணப்பட்டால்,
ഏതെങ്കിലും ഭാരത്തോടെ വന്നിട്ടുണ്ടെങ്കിൽ, இருதயத்தில் வேதனையோடு இருப்பீர்களா, ഏതെങ്കിലും രോഗമായി വന്നിട്ടുണ്ടെങ്കിൽ, വ്യാധിയോട് இந்த இடத்துல ആമേൻ, காணப்படுவீர்களா, സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് വന്നിരിക്കുന്നതെങ്കിൽ, സമാധാനത്തെ ഇഴந்து இந்த இடத்துல இருப்பீர்களானால், ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ ഒരു ഉറപ്പുള്ളത് വരണമെങ്കിൽ ഈ വചനത്തെ നാം ധ്യാനിക്കണം. இந்த இடத்தை விட்டு நீங்கள் എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ടോ? சந்தோஷம் வேண்டுமானால் ഹല്ലേലൂയ, வசனத்தை கைக்கொள்ளுங்கள். ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ വചനത്തെ നമുക്ക് മുറുകെ പിടിക്കാം. அவருடைய வார்த்தைகளை கைக்கொள்ளுவோம். ഉറങ്ങുന്നതിന് മുമ്പ് രണ്ടുപേരും വായിച്ച് കിടക്കുന്നതല്ല, വചനത്തെ ധ്യാനിക്കാനിടയാകണം. அவன் படுக்கும் பொழுது நாம் ஒரு சில வார்த்தைகளை வாசித்து தூங்குவதற்கல்ல, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതിനെ ധ്യാനിക്കുവാനിടയാകണം. அதை நாம் தியானித்து சிந்திக்க வேண்டும். യേശു വലിയവനാണ്, യേശു பெரியவர், ദൈവം വലിയവനാണ്. യേശു ആ பெரியவர், വലിയവന്റെ സാന്നിധ്യം അനുഭവിക്കാൻ அவருடைய பிரசன்னம் நமது மத்தியிலே இருந்து கொண்டிருக்கிறது. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയ്ക്ക് വന്നാൽ ദൈവം എന്നോട് സംസാരിക്കണം. അതല്ല എങ്കിൽ അതൊരു പ്രാർത്ഥനയല്ല. ஆராதனைக்கு நாம் வருவோமானால் தேவன் நம்மோடு பேச ചൂടാരവ ശന്തലാദി ആരവ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. മൗനമായി ആമേൻ ദൈവം ഇരിക്കുന്നെങ്കിൽ അവിടെ എന്ത് പ്രയോജനമാ ഉള്ളത്? தேவன் பேசாமல் இருப்பாரானால் நாம் வந்தது கொண்டு என்ன பிரயோஜனம்? ഇന്ന് പകൽക്കാലം ആ ദൈവം സംസാരിക്കാൻ ശക്തനാണ്. இன்று பகல் வேளையில் தேவன் பேச விரும்புகிறார். ആ ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നത് ആ ദൈവം കേൾക്കുന്ന ദൈവമാണ്. அவருக்கு முன்பதாக நாம் ஜெபிக்கும் பொழுது நம் சத்தத்தை அவர் கேட்கிறவராய் പക്ഷെ இருக்கிறார். വചനം പറഞ്ഞ് ചില പ്രാർത്ഥന ഞാൻ കേൾക്കത്തില്ലെന്ന്. ஆனால் ஸ்தோத்திரம், வேதம் சொல்லுகிறது சில ஜெபங்களை நான் கேட்பதில்லை. ആമേൻ. നീതിമൊഴിയ സദൃശവാക്യത്തിനകത്ത് 28-ാം അധ്യായം ആമേൻ സ്തോത്രത്തിന്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. நீதிமொழிகள் 28:9 வாசிக்க கேட்போம். வேதத்தை கேளாதபடி ആ தன் செவியை விலக்குகிறவனுடைய ஜெபம் அருவருப்பானது. ആമേൻ. ന്യായപ്രമാണം കേൾക്കാതെ ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകും. அபே ஸ்தோத்திரம், Hallelujah. வேதத்தை கேளாதபடி Amen. அபே ஸ்தோத்திரம், ஹல்லேலூயா, இருக்கிற அபே ஸ்தோத்திரம் ஒரு மனுஷனுடைய ஜெபம் அபே பரலோகத்தில் அது அபே சொல்வதில்லை. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്ന് ശ്രദ്ധിക്കണം. இது பகல் வேளையில நீங்க கவனிக்க வேண்டும். ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? அபே ஸ்தோத்திரம், தேவன் நமது சத்தத்தை கேட்கிறார். ആമേൻ. നമ്മൾ ആ വചനത്തെ ഏറ്റെടുക്കുമ്പോഴല്ലേ ആ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്. கர்த்தருடைய வசனத்தை அவன் ஏற்று இருதயத்திலே ஏற்றுக்கொள்ளும் பொழுது அவன் நம்ம ஜெபத்திற்கு தேவன் பதில் கொடுக்கிறார். ദൈവവചനം പറഞ്ഞ് കർത്താവേ 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 എന്ന് വിളിക്കുന്നവനല്ല. வேதத்தை நாம் வாசிக்கும் பொழுது கர்த்தாவே கர்த்தாவே என்று சொல்லுகிறவர்கள் அல்ல, അവൻ എന്നെ ഇഷ്ടം ചെയ്യുന്നവനാണ്. அவனுடைய சித்தத்தை செய்கிறவனே ഹല്ലേലൂയ. வந்தவன் என்று சொல்லுகிறார். ഇന്ന് രാവിലെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അപ്പാ ഞാൻ വന്നത് ദൈവസന്നിധിയിലാ. அபே ஸ்தோத்திரம், எத்தனை பேர் நம்புகிறீர்கள் நான் தேவனுடைய சமூகத்தில் வந்திருக்கிறேன்? ആ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും തക്കവണ്ണം ഞാൻ വിശ്വസിക്കുന്നു എന്ന ഉറപ്പുള്ള എത്ര പേരുണ്ട്? அந்த தேவன் என் சத்தத்துக்கு செவி கொடுத்து பதில் தருகிறவர் என்று எத்தனை பேர் நம்புகிறீர்கள்? വചനം വായിക്കുന്നത് ധ്യാനിക്കുന്നത് നമുക്ക് അനുഗ്രഹമാണ്. அவர் கர்த்தருடைய வசனத்தை வாசிப்பதும் அதை சிந்திப்பதும் ஆசீர்வாதமாய் இருக்கிறது. അത് ആശീർവാദമായിട്ട് തന്നെ ഇരിക്കട്ടെ. ஆசீர்வாதமாய் இருக்கட்டும். ഇതിനകത്തുനിന്ന് ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുത്തരുതെന്നാണ് എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നത്. கர்த்தருடைய வசனத்திலே ஒரு வள்ளியோ அல்லது ஒரு புள்ளியோ மாறக்கூடாது என்று ஆண்டவர் விரும்புகிறார். ആവർത്തന പുസ്തകം ഉപാഗമം 6-4 അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ஆகமம் 4:2 வாசிக்க சொல்லும் பொழுது അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. இவ்வளவாக சொல்கிறது, கற்பிக்கும் உங்கள் தேவனாகிய கர்த்தரின் கட்டளைகளை ആ நீங்கள் கைக்கொள்ளும்படி ആ நான் உங்களுக்கு கற்பிக்கிற வசனத்தோடே ആ நீங்கள் ஒன்றும் கூட்டவும் வேண்டாம், அதில் ஒன்றும் குறைக்கவும் வேண்டாம். ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന நான் உங்களோடு பேசுகிறதான കൽപ്പനകളിൽ அது கட்டளைகளை അത് കൂട്ടാനും പറ്റത്തില്ല, அதில் ஒன்று நீ கூட்டவும் கூடாது, കുറയ്ക്കാനും പറ്റത്തില്ല. ஒன்று குறைக்கவும் கூடாது. അങ്ങനാണെങ്കിൽ ഇന്ന് രാവിലെ ദൈവവചനത്തിൽ വളരെ വ്യക്തമായി നമ്മുടെ പ്ലാൻ അല്ല, അതിന് തക്കവണ്ണം യേശു വരത്തില്ല. அபே ஸ்தோத்திரம், நாம் சிந்திக்கிறது போல நாம் இருப்போமானால் தேவனுடைய பிரசன்னம் நமக்கு வெளிப்படுவார். ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ കൂടെ വരണമെങ്കിൽ கர்த்தர் தேவன் நம்மோடு கூட வர வேண்டும். കർത്താവിന്റെ ഇഷ്ടം നമ്മൾ ചെയ്യുന്നവരാകണം. இஷ்டத்தை நாம் செய்கிறவர்களாய்
കർത്താവിന്റെ പ്രമാണം അനുസരിക്കുന്നവരാകണം. കട്ടളകളെല്ലാം കൈക്കൊള്ളുന്നവരായി കാണപ്പെട வேண்டும். ഹല്ലേലൂയ. അല്ല എങ്കിൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കാൻ കടന്നു വരത്തില്ല. അവ കൈക്കൊള്ളാமல் இருந்தால் தேவன் நம்மை ஆசீர்வதிப்பதில்லை. അഥവാ എന്തെങ്കിലും വേണ്ട, ഇന്നത് വേണ്ട, ഇന്നത് മതി, അല്ല ഇങ്ങനൊന്ന് അതിനെ ഡൈവേർട്ട് ചെയ്ത് കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടപ്രകാരം വചനത്തിൽ നിന്ന് പറഞ്ഞു മാറ്റി വെച്ചാൽ ചില കാര്യങ്ങൾ നാം இது போதும் இது வேண்டாம் என்று சொல்லி நாமே சுயமாக கர்த்தருடைய வசனத்திலிருந்து மாற்றி வைப்போமானால், അങ്ങനെ വെച്ചാലുള്ള അവസ്ഥ ഇവിടെ തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. அப்படி செய்வானால் கர்த்தருடைய வேதம் சொல்கிறதை கவனிக்க கேட்போம். വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം വെളിപ്പെടുത്തൽ വിശേഷം 22-ാം അധ്യായം 18-19 വാക്യങ്ങളിനകത്ത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു. 18-19 വചനങ്ങളിലെ ഇവണ്ണമായി சொல்கிறது. പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോട് ഞാൻ സാക്ഷീകരിക്കുന്നതെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാധകളെ ദൈവം അവന് വരുത്തും. പ്രൈസ് ദി ലോർഡ്. അതിനോട് കൂട്ടിയാൽ കർത്തരുടെ വചനത്തിലിருந்து ഒന്നേ നീ കൂട്ടുവാൻ, പ്രമാണത്തിന് വിപരീതമായി അത് കൂട്ടുകയോ കുറച്ചാൽ കർത്തരുടെ വചനത്തിക്ക് വിപരീതமாக നീ കൂട്ടവോ കുറയ്ക്കവോ അനുഗ്രഹവും ശാപവും വെളിപ്പെടുവല്ല. ആമേൻ. അതിൽ ആശീർവാദവും ഉണ്ട്, അതേ നേരത്തിൽ ശാപവും ഉണ്ട് എന്ന് ചൊല്ലി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത് തമിഴിലൂടെ ആ വാക്യം വായിക്കാം. தீர்க்கதரிசன வசனங்களை கேட்கிற யாவருக்கும் நான் சாட்சியாக எச்சரிக்கிறதாவது, ஒருவன் இவைகளோடு எதையாகிலும் கூட்டினால் இந்த புஸ்தகத்தில் எழுதியிருக்கிற வாதைகளை தேவன் அவன் மேல் கூட்டுவார். ஒருவன் இந்த தீர்க்கதரிசன புஸ்தகத்தின் வசனங்களிலிருந்து எதையாகிலும் எடுத்து போட்டால் ஜீவ புஸ்தகத்திலிருந்தும் பரிசுத்த நகரத்திலிருந்தும் இந்த புஸ்தகத்தில் எழுதப்பட்டவைகளிலிருந்தும் அவனுடைய பங்கை தேவன் எடுத்து போடுவார். പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലായ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പുരിந்துകൊണ്ടവർക്കാக ഞാൻ കർത്തരെ സ്തോത്രം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മെ ആശീർവദിപ്പാർ. ആ കർത്താവാണ് പറഞ്ഞത്, സ്തോത്രം, സ്വർഗത്തിലെ ആലോചനയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനസ്നാനം എന്ന് ചൊല്ലുகிறது. ലൂക്കോസിന്റെ വിശേഷം 7-ാം അധ്യായം 30-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. ലൂക്കോസ് 37 വാസിക്ക് കേൾപ്പാം. അത് നിങ്ങൾ വായിച്ചു കേട്ടു. പരിസേയരും நியாயசாஸ்திரிகளுமோ அவனாலே ஞானஸ்நானம் பெறாமல் தங்களுக்கு கேடுண்டாக தேவனுடைய ஆலோசனை தள்ளி விட்டார்கள். ஆமென். അപ്പൊ ദൈവത്തിന്റെ ആലോചനയാണ് ഇത് കർത്തരുടെ ആലോചനയായിരിക്കുന്നത്. ആമി വൃഥാവാക്കി കളഞ്ഞത്. തള്ളി പോടുகிறார்கள். ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, ഈ വചനം കേട്ടിട്ട് എത്ര നാളുകളായി, വാർത്തകളെ കേട്ടുവിട്ട് എவ்வளவு നാളുകളായി, എത്ര നാളായി ദൈവത്തിന്റെ അനുഗ്രഹം നാം പ്രാപിക്കുന്നുണ്ട്. അവൻ എவ்வளவு നാളുകളാக தேவனுடைய ஆசீர்வாதத்தை நாம் பெற்றுக்கொண்டிருக்கிறோம். ഒന്നിനു പോലും കുറവ് വരുത്താതെ ഇന്നും ജീവനുള്ളവരുടെ ദേശത്ത് ഈ ദൈവമല്ലേ നിർത്തിയത്. ആണ്ടവർ ഉന്നെ ആശീർവദിத்து ഇന്നും இந்த தேசத்திலே ജീവനോടെ வைத்திருக்கிறாரே. രാത്രിയുടെ യാമങ്ങളിൽ ഉറങ്ങി കിടക്കുമ്പോൾ, അവൻ ഇരവു വേളകളിൽ തൂങ്ങും പൊഴുது നമ്മെ സംരക്ഷിക്കുന്ന ഉറക്കമില്ലാത്ത ഒരു യേശുവുണ്ട്. അവൻ നമ്മെ പാതുകാക്കുന്നതാന ഒരു യേശു നമ്മോട് കൂടെ ഇരിക്കുകയാണ്. ഇസ്രായേലിന്റെ പരിപാലകൻ, ഇസ്രായേലെ കാക്കുന്നവൻ, അവൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല, നമ്മുടെ കിടക്കയ്ക്ക് ചുറ്റും കാവലായിരുന്ന, நமது படுக்கை அவன் சுற்றிலும் அவர் காவல் இருக்கிறார். ജയോത്സവമായി നടത്തുന്ന ആ കർത്താവിന്റെ ആലോചനയാണ് നാം സ്ഥാനപ്പെടുക എന്നുള്ളത്. ஒவ்வொரு நாளும் ജയത്തോടെ നടത്തുന്നതാണ് ദേവനുடைய കൽപ്പനയായി இருக்கிறது, ആലോചനയായി இருக்கிறது ജ്ഞാനസ്നാനം. ഇന്ന് പ്രിയ സഹോദരൻ ഓർപ്പിച്ചതുപോലെ അന്നൊരു അറ്റാക്ക് വന്നില്ലായിരുന്നെങ്കിൽ സ്ഥാനത്തെ പറ്റി ചിന്തിക്കത്തില്ലായിരുന്നു. സഹോദരൻ ബെൻസിലാൽ சொன்னாரே, அவன் ஆஸ்பத்திரியிலே எனக்கு சோதனை ஹார்ட் அட்டாக் இல்ல வராவிட்டால் நான் இதை குறித்து சிந்தித்திருக்க மாட்டேன் என்று. ഇന്ന് രാവിലെ ഒരു കാര്യം ഓർപ്പിക്കാം. ഇന്ന് പകൽ വേളയിൽ ഒന്ന് ചൊല്ലി, അപകടം വന്നതിന് ശേഷം ആ അപകടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയുന്നതിനേക്കാൾ അപകടം കൂടാതെ നമ്മെ ഇതുവരെ രക്ഷിച്ച ദൈവത്തെ സ്തുതിക്കുന്നതാണ് ഏറ്റവും അനുഗ്രഹം. യേശുവിന്റെ നാമത്തിൽ അങ്ങനെയാണെങ്കിൽ എത്ര എത്ര സന്ദർഭങ്ങൾ ജീവിതത്തിന്റെ മുമ്പിൽ കൂടി കടന്നു വന്നു, അവിടെ ഒന്നും നമ്മുടെ പോറൽ പോലും ഏൽക്കാതെ സ്വർഗം അവിടുന്ന് സൂക്ഷിച്ചതല്ലേ ദൈവത്തിന്റെ കരുതൽ.
நமது வாழ்க்கையிலே வந்திருந்தும் தேவன் அந்த பிரச்சனைகளுக்கு நம்மை ஒப்பு கொடுக்காதபடி நம்மை பாதுகாத்தாரே, எவ்வளவு அவருக்கு நன்றி சொல்லுங்கள். കഴിഞ്ഞ ദിവസം ഞാൻ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഒരു പിക്ചർ കണ്ടു. തമിഴ്നാട്ടിൽ നടന്നതാ. ഒരു ബാർബർ ഷോപ്പിൽ പോയി അദ്ദേഹം മുടിവെട്ടാൻ ചെല്ലുക. അവിടെ ഇരുന്നപ്പോൾ ഒന്ന് മസാജ് ചെയ്ത ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് തിരിച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ച സമയത്ത് നിങ്ങളൊക്കെ കണ്ടു കാണും, ആ പുള്ളിക്കാരൻ അതേ ഇരിപ്പിൽ തന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. தமிழ்நாட்டில் நடந்த ஒரு சம்பவம், பார்பர் ஷாப்பில் முடிவெட்டுவதற்கு போன மனுஷனுக்கு ஸ்தோத்திரம் மசாஜ் கழுத்துல கொடுத்த பொழுது அந்த இடத்திலே அவன் மரித்து விட்டான் என்று சொல்லப்படுது. நல்ல ചെറുപ്പക്കാരൻ ആലിബം അയാൾ വിചാരിച്ച് കാണുമോ ഞാൻ ഇങ്ങനെ ഈ സമയത്ത് ബാർബർ ഷോപ്പിൽ ഇരുന്ന് എന്റെ ജീവൻ പോകുമെന്ന്? ചിന്തിച്ചിരുപ്പാനോ ഞാൻ ഇപ്പോഴത് മരിപ്പേൻ എന്ന് ചൊല്ലി? ഒരിക്കലുമല്ല. അവൻ ചിന്തിക്കവില്ല. എന്നാൽ പോയി. ஆனால் போய்விட்டான் அவன். എന്റെ മക്കളെ, സ്തോത്രം, യേശുവിനോട് ചേരാൻ കഴിയാതെ നമ്മൾ എന്തെല്ലാം ചെയ്താലും കാഹളം ധരിക്കുമ്പോൾ പോകത്തില്ല. தேவனுடைய பிள்ளைகளே, இயேசுவோடு நாம் சேராவிட்டால் ஒருபோதும் கர்த்தருடைய வருகையிலே நாம் எடுத்துக்கொள்ளப்படுவதில்லை. അത് കർത്താവിന് അറിയാമെന്നത് കൊണ്ടാണ് കർത്താവ് കൽപ്പിച്ചാക്കിയത്. ആമേൻ സ്തോത്രം. ഇത് ദേവനുക്ക് தெரிந்திருக்கிறபடியாலே அவர் கட்டளையாக നമുക്ക് കൊടുത്തിരിക്കുന്നു. അത് കൽപ്പനയാണ്. ആമേൻ. അത് കട്ടളയാക അവർ കൊടുത്തിരിക്കുന്നു. അതും പോരാന്ന് വന്നിട്ട് അവസാനം മത്തായി 3:16 വരുമ്പോൾ അവിടെ നമ്മൾ ഭയങ്കര വായിക്കുന്നു, കർത്താവ് തന്നെ ഈ യോർദാനിൽ ഈ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുവാനിടയായി. யோவான் மத்தேயு 3:16 அங்கே இயேசு வந்து ஞானஸ்நானம் பெறுகிறதை யோவான் கைகளில் ஞானஸ்நானம் பெறுகிறதை பார்க்கிறோம். പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇത്ര കാണിച്ചു തന്നിട്ടും ഇത്രയും കൽപ്പന തന്നിട്ടും ഇത്രയും നമ്മെ നടത്തിയിട്ടും ഇതിനാരെങ്കിലും അവഗണിച്ചാൽ സ്തോത്രം അതൊരു നഷ്ടത്തിൽ കലാശിച്ചു പോകും. അത് ആർക്കും സംഭവിക്കരുത്. സ്തോത്രം. பாருங்கள், இயேசு நமக்கு மாதிரியாக ஜலத்தில் முங்கி ஞானஸ்நானம் பெற்று கரையேறி இந்த காரியங்களை குறித்து நமக்கு ஸ்தோத்திரம் உலகத்திற்கு அவர் தன்னை வெளிப்படுத்தின பொழுது இதை கை கொள்ளாதவன் നഷ്ടപ്പെട്ടു പോവാൻ என்பது நிச்சயம். ഈ ലോകത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഭൂമിയിലെ ഉലകത്തിലെ என்ன நடக்க போகிறது என்று கர்த்தருடைய வசனம் நமக்கு அழகாக காட்டுகிறது. എല്ലാം സുഖമായി മുന്നോട്ട് പോകുന്നു വിചാരിക്കരുത്. என்று சுகமாக நடக்கும் என்று சொல்லி நீ சிந்திக்காதே. ഒരു വലിയ സംഭവം ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നുവെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. இந்த உலகத்திலே பெரிய ஒரு உபத்திர காலம் அவன் நடக்க போகிறது என்று வேதம் நமக்கு சூட்டி காட்டுகிறது. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 21 വാക്യത്തിലേക്ക് വരുമ്പോൾ മത്തായി സുവിശേഷം 24:1 എഴുതപ്പെട്ടിരിക്കുന്നത്, ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഉലകം ഉണ്ടാനത് മുതൽ ഇതുവരെയിൽ നടന്നിരാതതും സംഭവിച്ചിട്ടില്ലാത്തതും ഇനി സംഭവിക്കാത്തതുമായ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. ഉപദ്രവം നടക്കുമെന്ന് ചൊല്ലി ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്തരുടെ വചനത്തെ കേൾക്കുന്നതാണ് വരാൻ പോകുന്ന സംഭവങ്ങൾ ഫേസ് ചെയ്യുവാനുള്ള കരുത്ത് നമുക്കുണ്ടാകത്തില്ല. അതിനു മുൻപേ യേശുവിന്റെ വചനത്തിലേക്ക് കടന്നു വരാം. அன்றைக்கு நடக்க போகிற சம்பவங்களில் நாம் ஸ்தோத்திர பதவியில் தருணம் செய்வதற்கு நம்மால் முடியாத தேவனுடைய பிள்ளைகளே, அதற்கு முன்பதாக கர்த்தருடைய வசனத்தை நாம் கைக்கொள்ள வேண்டும். പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറക്കെ എന്ന് പറയാമോ? ഹല്ലേലൂയ. നമ്മളോർക്കും കഷ്ടത എന്ന് പറയുന്നുണ്ടോ, അത് വലിയ കാര്യമൊന്നുമില്ല, കൂടിയ ചെറിയ ഇതിങ്ങനൊക്കെ ഉള്ളൂ. അമ്മ എത്ര കഷ്ടത നമ്മൾ അനുഭവിച്ച യോബ് പറയുന്നുണ്ടല്ലോ, 6 കഷ്ടതയിൽ നിന്ന് കർത്താവിനെ പിടിപ്പിച്ച് 7ാമത്തേതിൽ തിന്മ തൊടത്തില്ല. പിന്നെ അതന്നെ വലിയ കഷ്ടപ്പാടെന്നാ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. நாம் சிந்திக்கிறோம் ஸ்தோத்திரம் தேவனுடைய பிள்ளைகளே. ஆமென் ஸ்தோத்திரம். இது ஒரு பெரிய கஷ்டமோ இனி வர போகிறது, அதெல்லாம் ஒரு பிரச்சனை இல்லை என்று சொல்லி பிரியமானவர்களே, அந்த கஷ்டம் வரும் பொழுது ஆமென் ஸ்தோத்திரம் ஐயோ கஷ்டம் என்று சொல்லி வேதத்தில் எழுதப்பட்டிருக்கிறது. ഈ കഷ്ടത വരുന്നതിന് മുൻപേ ആமெൻ அந்த കഷ്ടം വരും മുൻപதாக 7:70 ഒരു ഒരു ഭാഗം ഞാൻ ആവർത്തന പുസ്തകത്തിൽ 28 അധ്യായം 51 വാക്യത്തിൽ എഴുതിയ ഒരു കഷ്ടം മാത്രം നിങ്ങളെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. அந்த ஜாதியான் உன் மிருக ஜீவன்களின் பலனையும் உன் நிலத்தின் கனியை புசிப்பார், அவன் உன்னை அழித்து தீரும் மட்டும் உன் தானிய 53 വാക്യം ഒന്ന് വായിച്ചേ. உன் சத்துருக்கள் உன்னை முற்றுகை போட்டு நெருக்கும் காலத்தில் தேவனாகிய கர்த்தர் உனக்கு கொடுத்த உன் கர்ப்ப கனியான புத்திர புத்திரிகளின் மாம்சத்தை தின்பாய்.
മതി. സ്വത്രം. നമുക്ക് ഈ വാക്യങ്ങളൊക്കെ അറിയാം. എങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ വായിച്ചത് വായിച്ചു പറഞ്ഞു. സ്തോത്രം. கர்த்தருடைய வசனம் வேண்டாம் மதி. ஸ்தோத்திரம். கர்த்தருடைய வசனம் சொல்லுகிறது, ஆமென், அந்த பஞ்ச காலகட்டத்திலே, அந்த கொடிய வேதனை வருகிற அந்த காலகட்டத்திலே தன் பிள்ளைகள் ஆகாரம் இல்லாதபடி தன் பிள்ளைகளை பெற்றவர்கள் அவன் சமைத்து சாப்பிடுவார்கள் என்று சொல்லி எழுதப்பட்டிருக்கிறது. ஆமென். പ്രിയപ്പെട്ടവരെ, AD 70 ബന്ധത്തിൽ ഇസ്രായേലിൽ വലിയ പ്രശ്നങ്ങളും കലാപങ്ങളും നടക്കുന്ന ആ സാഹചര്യത്തെ പറ്റിയാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. ക്രിസ്തുவுக்கு பின் 70 നടന്ന സംഭവങ്ങളെ കുറിച്ച് അത് സൂഴ്ന്ന വചനം ചൂണ്ടിക്കാട്ടുகிறது. അന്ന് അവർ യെരുശലേമിനെ ചുറ്റും ശത്രുക്കൾ വാളകോരി നിൽക്കുന്ന സമയം, அந்த காலகட்டம் எருசலேமை சுற்றிலும் அவன் எதிரிகள் சூழ்ந்து நிற்பார்கள். യെരുശലേമിന്റെ വാതിൽ നിന്ന് അഴുക്ക് പുറത്തോട്ടോ പുറത്തെ ആഹാരം അകത്തേക്ക് കൊണ്ടുവരാൻ കഴിയാതെ അവർ വാതിലടച്ചിരിക്കുമ്പോൾ, எருசலேம் காம்பவுண்டுகளுடைய வாசல்கள் எல்லாம் அடைக்கப்பட்டிருக்கும். அவன் வெளியில் இருந்து ஆகாரம் உள்ளே கொண்டு வர முடியாது. അവസാനം ആഹാരം കിട്ടാതെ ജനം ചാകാൻ തുടങ്ങുന്നു. கடைசியில் ஆகாரம் இல்லாதபடி ஜனங்கள் மரிப்பதற்கு இருக்கிற அந்த நேரங்களில் ജനം പച്ചലകൾ തിന്നാൻ തുടങ്ങി. சோதர இலைகளை பறித்தவர்கள் അവര് ചെറിയ ചെറിയ മൃഗങ്ങളെ മുറിച്ച് തിന്നാൻ തുടങ്ങി. എല്ലാ പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാം സാപ്പിടുവാர்கள். അങ്ങനെ അവസാനം മരണം ഒത്തിരിയായി. അവൻ കടൈസിയിൽ ആഹാരം ഇല്ലാதபடி മരിക്കக்கூடிய കാലം വരും. പട്ടിണി കൂടുതലായി. അവൻ മിகவும் കഠിനமான അവൻ ആഹാരം ഇല്ലായ്മ കടന്നു വരും. ആ പട്ടിണി കൂടിയപ്പോൾ അവർ ചെയ്ത കാര്യമാണ് നാം ഇപ്പോൾ വായിച്ചതൊന്നുകൂടെ വായിക്കാൻ പോവാ. പട്ടിണിയായി இருக்கிற அந்த காலகட்டத்திலே தான் பெற்றவர்கள் பிள்ளைகளை സമയത്ത് സാപ്പിടുവാர்கள். മലയാളത്തിൽ ആ വാക്യം ഒന്ന് വായിച്ചു. ശത്രു നിന്നെ ഞെരുക്കുന്ന ഞെരുക്കത്താൽ പുത്രന്മാരുടെ എന്ന് പറഞ്ഞാൽ അവര് എത്ര വലിയ പട്ടിണി ആയാലും അവനവന്റെ മക്കളെ മുറിച്ച് തിന്നുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. தேவனுடைய பிள்ளைகளை மிக கஷ்டமாய் இருக்கும் பொழுது ஆமே ஸ்தோத்திரம் அல்லேலூயா, சத்துருக்கள் நெருக்கி நிற்கும் பொழுது ஆமே ஸ்தோத்திரம் அல்லேலூயா, யுத்தத்திற்காக ஜனங்கள் வளைந்து எருசலேமை சுற்றி நிற்கும் பொழுது இவர்களுக்கு ஆகாரம் இல்லாதபடி வேதனைப்பட்டு ஆமே ஸ்தோத்திரம் பிள்ளைகள் என்று பார்க்காதபடி அன்பு தணிந்த அந்த பிள்ளைகளை சாப்பிடுவார்கள். നമ്മൾ കഴിച്ചില്ലെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി കൊടുക്കുന്നവരാ നമ്മള്. ആമേൻ സ്തോത്രം. നാം നമ്മുടെ പിള്ളേകൾക്കാக കരുതി പിള്ളേകൾക്ക് വേണ്ടി ആഹാരങ്ങളെ കൊടുക്കും. പക്ഷേ കഷ്ടത വർദ്ധിച്ചു കഴിയുമ്പോൾ, കൊടിയ കാലം സംഭവിക്കുമ്പോൾ ആമേൻ ആമേൻ സ്തോത്രം, അപ്പൻ സ്വന്തം മക്കളെ മുറിച്ച് തിന്നുമ്പോൾ, ആമേൻ സ്തോത്രം, തൻ തകപ്പൻ തൻ പിള്ളയെ സാപ്പിടുവதற்கு ആമേൻ അമ്മ എന്ന് ചോദിക്കുക. എനിക്ക് അമ്മ എന്ന് പറയാ ഭർത്താവിനോട്, നമ്മുടെ കുഞ്ഞല്ലേ, അതിന്റെ ഇച്ചിരി മാംസം എനിക്കൂടെ താ. தாய் கேள்பாள் புருஷனை பார்த்து அந்த பிள்ளையினுடைய ஆகாரத்தில் அந்த மாംസத்தில் கொஞ்சம் குடு என்று சொல்லி അദ്ദേഹം പറയും അത് കൊടുക്കത്തില്ലെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. പുരുഷൻ കൊടുപ്പതില്ലേ. വായിക്കാം വേദഭാഗം. ആവർത്തന പുസ്തകമാണ് വായിക്കുന്നത്. 28-ാം അധ്യായമാണ് വായിക്കുന്നത്. വിശദീകരണം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. വായിച്ചാൽ മതി. അടുത്തത് താൻ തിന്നും പിള്ളയുടെ മാംസത്തെ സഹോദരനുക്കാകിലും ആ ഭാര്യക്കാണെങ്കിലും മൂത്ത മക്കൾക്ക് പോലും പ്രൈസ് ദി ലോർഡ്. ஸ்தோத்திரம். நீங்க வாசித்த வசனங்களை தமிழ்ல நீங்க கேட்டீர்களே, ஆமென் ஸ்தோத்திரம். நடக்க போகிற சம்பவத்தை குறித்து எழுதப்பட்டிருக்கிறது. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അത് വെച്ചാണ് കർത്താവ് പുതിയ നിയമത്തിൽ മത്തായി 24:21 പറയുന്നത്
இதை அவர் கோட் பண்ணி கொண்டுதான் புதிய ஏற்பாட்டிலே மத்தேயு சுவிசேஷம் 24 அதிகாரத்திலே அங்கே தேவன் சொல்லுகிறார், ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ஆமென், உலகம் உண்டானது முதல் இதுவரையில் நடந்திராததும் സംഭവിക്കാത്തതുമായ நடக்கிறதுமான ഹാലിൽ വലിയ കഷ്ടം അന്നുണ്ടാകും. ஆமென், மகா மிகுந்த உபத்திரவம் அன்று நடக்கும். പ്രിയ ദൈവമൈതലേ, ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ശത്രുക്കൾക്ക് പോലും അത് സംഭവിക്കരുത് എന്നാഗ്രഹിക്കുന്നവരല്ലേ നമ്മള്. தேவனுடைய பிள்ளைகளை இப்படிப்பட்ட ஒரு காரியம் அவன் நம்ம பிறருக்கு கூட இது நடக்க கூடாது என்று சிந்திக்கிறவர்கள் நாம். അത് നമ്മുടെ വീട്ടിൽ വന്നാലോ, அது நமது കുടുംബത്തിലെ ഇത് അത് നമ്മുടെ ഭവനത്തിൽ വന്നാലോ, நமது வீட்டிலே வந்தால் ആർക്കാരെ രക്ഷിക്കാൻ കഴിയും? யாருக்கு யாரை அவன் பாதுகாக்க முடியும்? ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. வேதம் சொல்லுகிறது, 50 സങ്കീർത്തനം 21 ഇങ്ങനെ വായിക്കുന്നു, 21 വാസിക്കുമ്പോൾ ഇവ നീ ചെയ്തു, ഇവകളെ നീ ചെയ്താൽ ഞാൻ മിണ്ടാതെ ഇരിക്കുകയാൽ മൗനമായിരുന്നേൻ, ഞാനും നിന്നെ പോലുള്ളവനെന്ന് നാനും ഉന്നെ പോൽ എന്ന് നീ വിചാരിച്ചു. നീ നിലയ്ത്ത് കൊണ്ടിരുന്നാய். അടുത്ത വാക്യം, ആണാലും ஆனாலும் கடித்துக்கொண்டு ആ அவைகளை உன் கண்களுக்கு முன்பாக ആ ஒவ்வொன்றாக நிறுத்துவேன். നിരത്തി വയ്ക്കും. நீ செய்கிற இருக்கிறவர்களே, இதை சிந்தித்துக் கொள்ளுங்கள். ആ இல்லாவிட்டால் நான் உங்களை பீறிப் போடுவேன். ഹല്ലേലൂയ, உங்களை விடுவிப்பதில்லை. ഹല്ലേലൂയ. ஹல்லேலூயா. ഇവ നീ ചെയ്തു, ആ. ഞാൻ മിണ്ടാതിരിക്കാൻ ആ. ഞാൻ നിന്നെപ്പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഞാനും നീയും എന്ന് പറഞ്ഞാൽ ദൈവവും ഞാനും ഒന്നാ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കോപ്രായം കാണിച്ചാലും ദൈവം ശിക്ഷിച്ചില്ല. நீ செய்கிற ஒவ்வொரு காரியங்களையும் நீ நினைத்துக் கொண்டிருக்கிறாய், அவன் தேவன் ஒன்று செய்வதில்லை என்று சொல்லி அங்கே சொல்லுகிறது. ஆமென் ஸ்தோத்திரம், இவைகள் எல்லாம் உனக்கு முன்பதாக அவன் உன் கண் முன் நிறுத்தி ஆமென் ஸ்தோத்திரம் உன்னை கீறி களைவேன் போடுவேன் என்று சொல்லி Praise the Lord. Praise the Lord. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, ആമീൻ ഞാൻ ആ പരിപാടി ആ പ്രവൃത്തി അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കാര്യം ചെയ്തു ദൈവം പോലും അറിഞ്ഞില്ലെന്ന്. அநேகர் சொல்லுகிறதை நாம் கேட்டிருக்கிறோம், தேவன் அறியாத ஆமென் ஸ்தோத்திரம் நான் செய்த காரியங்களை தேவன் கூட அறிந்ததில்லை என்று ഇന്ന് சொல்லி. പകലിവിടെ വന്നിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, இந்த இடத்துல இருக்கிற தேவனுடைய பிள்ளைகளோடு நான் சொல்லுகிறேன், എന്റെ ദൈവത്തിന് മറവായി ഒന്നുമില്ല. கர்த்தருடைய கண்களுக்கு மறைவானது ஒன்றுமில்லை. ഇന്ന് ഇവിടെ ഇരുന്ന് കരഞ്ഞാൽ ആ കണ്ണുനീരെന്താ അതിന്റെ അർത്ഥമെന്ന് അറിയുന്നവരാ വന്നിരിക്കുന്നത്. இந்த இடத்துல நீ இருந்து ஒரு துள்ளி கண்ணீர் எதற்காக நீ இந்த கண்ணீர் Praise the Lord. என்று அறிகிறவர் நம் தேவன். அவர் നമ്മുടെ വേദനകൾ അറിയുന്നവനാണ്. நமது இருதயத்தின் வேதனைகளை அறிகிறவர். ആമീ രാത്രിയുടെ യാമങ്ങൾ കണ്ണുനീര് ആമീ തലവണം നനച്ച് ഒഴിക്കുന്നത് കാണുന്ന ഒരുവനാണ് ഉയരത്തിലുള്ളത്. நீ கண்ணீர் விடும் பொழுது ചൂടാരവ ശന്തലാദിയാരവ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. பகல் வேளைக்காக நான் கர்த்தரை நன்றி செலுத்துகிறேன். ചിലരുടെ വേദനകൾ അപ്രത്യക്ഷമാകുന്ന പകലാക്കി സ്വർഗം മാറ്റുകയാണ്. வேதனைகள் இந்த பகல்ல மாறுகிறதாக இந்த பகல் வேளையில காண்கிறேன். ചില തകർച്ചകളെ മാറ്റുന്ന പകൽക്കാലമാണ്. அவன் சத்ரு உன்னுடைய அவன் தாழ்ந்த நிலைமைகளை மாற்றுகிறவன் தேவனாய் இருக்கிறார். നിന്റെ ജീവിതത്തെ മനോഹരമാക്കാൻ அவன் சத்ரு உன்னுடைய வாழ்க்கையை அவன் புதிதாக்குகிறவர். ഇന്ന് പകൽ വന്നിട്ടുള്ള ഒരു യേശുവുണ്ട്. அவன் பகல்ல இயேசு நமது மத்தியில இருக்கிறார். അങ്ങനാണെങ്കിൽ ആ കർത്താവിന് മറവായി ഒന്നുമില്ല. சத்ரு கர்த்தருடைய பார்வைக்கு அவன் மறைவானது ஒன்றுமில்லை. പലപ്പോഴും ചിന്തിച്ചു പോയിട്ടില്ലേ, ഒറ്റപ്പെടലാണല്ലോ എന്റെ ജീവിതത്തിൽ ഉള്ളത്. பல தடவை நீ சிந்தித்திருக்கிறாயே, அவன் தனிமையில் அல்லவா நான் வாழ்ந்து கொண்டிருக்கிறேன். എന്നാൽ ഇന്ന് പകൽ ഒറ്റയ്ക്ക് വിടുന്നവനല്ല നമ്മുടെ ദൈവം. உன்னை தனிமையில் വിടുகிற தேவன் அல்ல. ഹല്ലേലൂയ. ആരുമില്ലെങ്കിൽ കൂട്ടിന് വരുന്ന ഒരു ദൈവമുണ്ട്. உன்னோடு கூட வருகிற இயேசு உண்டு. ആര് കൂട്ടിനില്ലെങ്കിൽ കൂട്ടിന് വരുന്ന ഒരു ദൈവമുണ്ട്. உன்னோடு வராவிட்டால் அவன் இயேசு உன்னோடு கூட வருவார். Praise the Lord. ഹല്ലേലൂയ. ആ കർത്താവ് എല്ലാം അറിയുന്നവരാ. தேவன் எல்லாவற்றையும் அறிந்து கொண்டு എല്ലാം അറിയുന്നവരാ. எல்லாம் அறிகிற ഒന്ന് സ്വത്രം പറയാമോ? കരമുയർത്തി அவர் கரெக்ட். ஹல்லேலூய. കരമുയർത്തി ഹല്ലേലൂയ പറയാമോ? கைகளை தூக்கி தேவன் എല്ലാം അറിയുന്ന ഒരു കർത്താവ് വന്നിട്ടുണ്ട്. எல்லாவற்றையும் அறிகிற தேவன் நமது மத்தியில் എല്ലാ അവസ്ഥകൾക്കും മാറ്റം വരുത്തുവാൻ ഈ ദൈവം ശക്തനാണ്. எல்லா காரியங்களுக்கும் வித்தியாசம் கட்டளையிடுகிற இயேசு உண்டு. അങ്ങനെയാണെങ്കിൽ
அப்படியானால் ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, வேதம் சொல்கிறது, ഇവ നീ ചെയ്തു, இவைகளை நீ செய்தாய், ഞാൻ മിണ്ടാതെ ഇരിക്കാൻ நான் மௌனமாயிருந்தேன், ഞാൻ നിന്നെ പോലുള്ളവനെന്ന് நான் உன்னை போலுள்ளவன் என்று നീ எண்ணினாய், വിചാരിച്ചു. நீ நினைத்தாய். ഹാമി അങ്ങനെ നിനക്ക് വേണ്ട. சகோதரன், அப்படி நினைக்காதே. ഹാമി നീ ഞാനും ഒന്നല്ലെന്ന തിരുവചനം ഓർപ്പിക്കുന്നത്. நானும் நீயும் ஒன்றல்ல என்று வேதம் அவன் தெளிவாய் சொல்கிறது. പാപിയെ മടങ്ങി വാ, பாவம் செய்கிறவர் அவன் திரும்பி வர വചനത്തിലേക്കൊന്ന് മടങ്ങി വാ. வசனத்திற்கு நேராக வரும்படி വചനത്തിനെ മാനിക്കാൻ ആഗ്രഹിക്കുന്നു, தேவன் உன்னை கனப்படுத்த விரும்புகிறார். നിന്നെ കേട്ടുപൊട്ടിക്കാൻ ആഗ്രഹിക്കുന്നു. அவன் வேதம் വചനത്തിൽ ബലം പ്രാപിക്കട്ടെ, அவன் கர்த்தருடைய வசனத்திலே பலன் கொள். വചനത്തിൽ ബലം പ്രാപിക്കട്ടെ, வசனத்திலே நீ பலன் கொள். വചനം അനുഗ്രഹിക്കപ്പെടട്ടെ, அவன் கர்த்தருடைய வசனத்தால் நீ ஆசீர்வதிக்கப்பட. അവസ്ഥകൾ മാറ്റട്ടെ. உன்னுடைய நிலைமைகளுக்கு மாற்றம் வரட்டும். Praise the Lord. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. അല്ല വിട്ടാൽ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അവൻ എല്ലാം നടക്കുമെന്ന് അടുത്ത വാക്യം വായിക്കാം. അവൻ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും. நான் உங்களை அவன் பீறி போடுவேன். ആ, വിടുവിപ്പാൻ. விடுவிப்பதற்கு யாரும் இல்லை, யாரும் இருக்க மாட்டார். Praise the Lord. ഹല്ലേലൂയ. എന്ത് കണ്ടു പുകഴാനാ, அவன் എല്ലാ കർത്തൃ പിള്ളകളെ Yeah. ഭൂമിയിലെ സന്തോഷിപ്പിക്കും. എന്ത് കണ്ട് പ്രശംസിക്കാനാ. നാം എதை കണ്ട് നാം സന്തോഷിக்க முடியும்? ബൈബിൾ പഠിപ്പിക്കുന്നു, ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ வேதம் சொல்லுகிறது, அவன் எந்த மனிதனும் ഒരേറു പടക്കത്തിന് തുല്യമാണ്. ஒரு சுவாசம் என்று சொல்லி. Praise the Lord. ഹല്ലേലൂയ. അത്രേ ഉള്ളു ജീവിതം. அவ்வளவுதான் தன் மனுஷனுடைய வாழ்க்கை. ബൈബിളിൽ കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. அவன் கர்த்தருடைய வசனத்திலே இயேசு சொல்லி நமக்கு சொன்ன வார்த்தை இருக்கிறது. കഷ്ടതയുടെ കാഠിന്യം വർദ്ധിക്കാൻ പോകുന്ന ഒരു കാര്യം വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. மிக கொடிய காலம் அவன் நடக்க போகிறதை குறித்து வெளிப்படுத்தின விசேஷம் சொல்லுகிறது. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. இப்படியாய் சொல்லுகிறது. വെളിപ്പാട് പുസ്തകം 16-ാമത്തെ അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ வெளிப்படுத்தின விசேஷம் 16 கடைசி வசனங்கள்ல എല്ലാവരും ശ്രദ്ധിക്കണം. எல்லாரும் ആ பெரிய கல்மழையும் ആ வானத்திலிருந்து மனுஷர் மேல் விழுந்தது. ആ அந்த கல்மழையினால் உண்டான வாதை நிமித்தம் ആ மனுஷர்கள் தேவனை தூஷித்தார்கள். அந்த வாதை மகா கொடிதாயிருந்தது. പ്രൈസ് ദി ലോർഡ്. താലന്തോളം ഘനമുള്ള കല്ലായി, அவன் ആ വലിയ കല്ലായി ആകാശത്തിൽ നിന്ന് എവിടെ വീഴുമെന്നാ എഴുതിയിരിക്കുന്നേ? ഉറക്കെ പറയാമോ? എടാ, മൃഗത്തിന്റെ മേലല്ല, ആമേ, കെട്ടിടത്തിന്റെ മേലല്ല. വചനം പറയുന്നു അത് മനുഷ്യന്റെ മേൽ പെയ്യും. ആമേൻ. സ്തോത്രം. ഇന്ന് പകൽ കർത്താവിനോട് ചോദിക്കാൻ, കർത്താവ് അതെന്ത് മനുഷ്യന്റെ മേൽ പെയ്യുന്നേ? அவன் கர்த்தரிடத்திலே தாளந்து என்று சொல்லுகிறது. தேவனுடைய பிள்ளைகளை 34 கிலோ ஆமென். ஸ்தோத்திரம். அல்லேலூயா. தாளந்தோളം கனமுள்ள கல்லுகள் ஆமென் உங்கள் தலைமேல் வந்து விழுந்தது என்று சொல்லி எழுதப்பட்டிருக்கிறது. அப்படியானால் தேவனுடைய பிள்ளைகளே ஆமென். ஸ்தோத்திரம். இது என்ன சம்பவிக்கும்? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന് പറയാനുള്ള ഒരു കാര്യമുണ്ട്. அந்த நேரத்திலே ஆண்டவர் சொல்லுகிற ஒரு வார்த்தை, ആമേൻ. ഞാനാണ് ഈ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി കാൽവറിയിൽ മരിച്ചത്. இயேசு சொல்வார், உனக்காக நான் சிலுவையிலே ரத்தம் சிந்தினேனே. ഞാൻ ഈ മനുഷ്യനെ രക്ഷിക്കുവാനാണ് ക്രൂശിൽ വേദന സഹിച്ചത്. நான் உனக்காக சிலுவையில் மரித்தேனே என்று அவர் சொல்லுவார். ഈ മനുഷ്യനെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് ഞാൻ ഇതെല്ലാം അനുഭവിച്ചത്. உன்னை பரலோகத்தில் கொண்டு போவதற்காகவே நான் இந்த பாடுகளை அனுபவித்தேன் என்று சொல்லுவார். ഇത്രയും ഞാൻ അവരെ അനുഗ്രഹിച്ചിട്ടും, ஆமென். நான் இவ்வளவு தூரம் நான் உன்னை ஆசீர்வதித்தோம், ഇത്രയും ഞാൻ അവർക്ക് സംരക്ഷണ കൊടുത്തിട്ടും, நான் இவ்வளவு தூரம் உனக்கு பாதுகாவல் தந்துட்டோம், ഈ വചനം ധ്യാനിക്കാനോ അത് ഇഷ്ടപ്പെടാനോ കഴിയാതെ അതിനെ അവഗണിച്ചാൽ, ஆமென். இந்த கர்த்தர் என் வார்த்தைகளை நீ அவன் ஸ்தோத்திரம் சிந்திக்கவோ தியானிக்கவோ முடியாதபடி நீ தள்ளி போட்டால் അവരെ കീറിക്കളയുമെന്ന് സ്വർഗത്തിലെ അപ്പച്ചൻ എഴുതിയിരിക്കുന്നു. வசனம் சொல்கிறது, பீறி போடுவேன் என்று சொல்லி. Praise the Lord. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. എന്റെ സഹോദര സഹോദരി, ദൈവം ഒരു വ്യക്തിയെ കീറിയാൽ, ஆமென். ஸ்தோத்திரம். தேவனுடைய பிள்ளைகளே, கர்த்தர் நம்மை பீறுவாரானால், ഒരു വ്യക്തിയെ കീറിയാൽ ആർക്കും വിടുവിക്കാൻ പറ്റത്തില്ല. ஆண்டவர் ஆமென் ஒரு மனிதனை பீறும் பொழுது யாராலும் ஆமென் ஸ்தோத்திரம் விடுவிக்க முடியாது. ആരാധന ഇതൊരു ചുമ്മാ കളിയല്ല, ஆமென். ஆராதனை என்பது ஒரு ஆமென் ஸ்தோத்திரம் விளையாட்டல்ல, ഇതൊരു ചടങ്ങല്ല, ஆமென். இது ஒரு சடங்கல்ல, വെള്ളിയാഴ്ച അവധിയായോണ്ട് കൂടുന്ന ഒരു ഗെറ്റ് ടുഗദർ അല്ല. ஆமென். வெள்ளிக்கிழமை நமக்கு லீவ் இருக்கிறபடினாலே
இப்படி ஒரு நேரத்தை கூட்டுகிறோம் என்பதல்ல. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ആരാധനയാണ് സ്വർഗം പ്രസാദിക്കുന്നത്. அவன் ஆவியிலும் தேவன் விரும்புகிறார். അഭിഷേകം പ്രാപിച്ച ദൈവമക്കളെ അന്യഭാഷ ദൈവത്തെ സ്തുതിക്കാം. அவன் அபிஷேகம் பெற்றவர்கள் அபிஷேகத்தில் நிறைந்து தேவனை துதியுங்கள். എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? எத்தனை பேர் விரும்புகிறீர்கள்? വരാൻ പോകുന്ന വലിയ കഷ്ടത്തിന്റെ നടുവിൽ അവൻ കൊടിയ വേദനയുടെ കാലത്തിൽ ഇருந்து രക്ഷപ്പെടാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? அதற்காக எத்தனை பேர் விரும்புகிறீர்கள்? ആമീൻ. ബൈബിൾ പറയുന്നു ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. വേദം சொல்லுகிறது இப்பொழுதே ഒരു നല്ല സുദിനം. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. രക്ഷണ്യ നാൾ. താലന്തോളം കലമുള്ള വലിയ കല്ലായി കൽമഴ ആകാശത്ത് നിന്ന് മനുഷ്യന്റെ മേൽ പെയ്യും. അവൻ നിറയെ കലമുള്ളതാണ് കൽകൾ പരലോകത്തിൽ ഇருந்து കീഴേ വീഴും. മഴ പോലെ വീഴും. Praise the Lord. ആ ബാധ ഏറ്റവും വലുതാകൊണ്ട് அந்த வேதனை மிகவும் கொடிதாக இருக்கிறபடினாலே அவர்கள் தேவனை தூஷித்தார்கள் என்று சொல்லப்படுகிறது. അന്നേരവും ദൈവത്തെ ദൂഷിക്കുമെന്ന്. ആമേൻ സ്തോത്രം. அந்த വേദന കാലത്തിലും தேவனை தூஷிக்கிறதை സഹോദരങ്ങളെ, നമുക്കത് ഗതി വരുന്നതിന് മുൻപേ നമുക്ക് அந்த நிலைமை வருவது முன்பு കാഹളം ധ്വനിക്കും. ആമേൻ സ്തോത്രം. കാള ശബ്ദം കേൾക്കും. കർത്താവ് വരും. കർത്തർ വരുവാർ. തന്റെ സഭ പോകും. ആമേൻ സ്തോത്രം. അവരെ Praise the Lord. ജനം പോയി വിടുവാർ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ? വേദം നമുക്ക് എപ്പടി சொல்லுகிறது? മലാക്കി പ്രവചനം 4-ാം അധ്യായം 1-ാം വാക്യം. ചൂള പോലെ എരികിற നാൾ വരും. തമിഴിൽ വായിച്ചു. മലയാളത്തിൽ വായിച്ചു. ഓക്കെ ഓക്കെ. എന്റെ കർത്താവേ, സ്തോത്രം. വചനം കേട്ടൊരു ഹല്ലേലൂയ പറയാമോ? എരികിற ഒരു നാൾ വരും. ശ്രദ്ധിച്ചവർ ഒന്നുകൂടെ ഹല്ലേലൂയ പറയാമോ? കൊള്ളാதவர்கள் மிகவும் துரும்பை போல எரிந்து போவார்கள். Praise the Lord. Praise the Lord. അങ്ങനെ ഒരു കാലം ഇതാ വരാൻ പോകുന്നു. அப்படி ஒரு காலம் இந்த உலகத்திலே வரப்போகிறது. ഇത് പറഞ്ഞത് ദൈവവചനമാണെങ്കിൽ കർത്തരുടെ വചനം சொல்லுகிறது. ദൈവം ഒരിക്കലും പോയി சொல்லത്തില്ല. தேவன் போய் சொல்லுகிறவர் அல்ல. ആമേൻ. ഉണ്മയായി ദൈവം പറയത്തുള്ളൂ. ഉണ്മയായി பேசுகிறவர் அவர். ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് നമ്പുகிறீர்கள்? ഈ വചനം സത്യമാണെന്ന്, ആമേൻ. കർത്തരുടെ വചനം സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സ്തോത്രം പറയാൻ നന്നായിട്ട് നല്ലതായിട്ടൊന്ന് പറയാമോ? സ്തോത്രം. ഇന്ന് പകലാ യേശുവിന്റെ കരം ഇവിടെ വെളിപ്പെടട്ടെ. ആമേൻ. കർത്തരുടെ കരം കൈകൾ ആമേൻ സ്തോത്രം നീട്ടപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ആ കഷ്ടതയ്ക്ക് മുൻപ് തന്റെ കാഹളം ധ്വനിക്കും. ആമേൻ. அந்த കഷ്ടം വരും മുൻപതാകவே എക്കാള ശബ്ദം കേൾക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സമയം മുന്നോട്ട് അധികം മുന്നോട്ട് പോയിരിക്കുക. നേരെ മുൻപതായി പോയി വിട്ടു. എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു വാക്യം കൂടെ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ പരിശുദ്ധാത്മാവിന്റെ ഉള്ളത്തിൽ തരുന്നത് കൊണ്ട് പറയട്ടെ. ഒരു വചനത്തെ വാസിക്കുമ്പടി ആമേൻ സ്തോത്രം നമുക്ക് ഏവുகிறார். വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ വിശേഷം 20:11 ഞാനൊരു വലിയ വെള്ള സിംഹാസനം കണ്ടു. ഒരു വെള്ള സിംഹാസനത്തെ അടുത്ത് അതിന്മേൽ ഒരുവൻ ഇരിക്കുന്നത് കണ്ടു. ഒരുവരെയും അവന്റെ മുമ്പിൽ നിന്ന് ആകാശവും ഭൂമിയും ഓടിപ്പോയി. അവയെ പിന്നെ കണ്ടില്ലേ ഇല്ല. അവരുടെ സമൂഹത്തിലിരുന്ന് വാനവും ഭൂമിയും മാറിപ്പോയി വിട്ടത് പിൻപ് അങ്ങേ കാണവില്ലേ. ഇനി അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. മതി ഒന്ന് നിർത്തിക്കോ. എന്റെ മക്കളെ, നമ്മളൊക്കെ മരിക്കേണ്ടവരല്ലേ? ആണോ? ഇരിപ്പ് കണ്ടിട്ട് ഇപ്പോഴെങ്ങും പോകത്തില്ലെന്നാ, ഏത് സമയത്തും പോകാവുന്ന നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാം എല്ലാവരും മരിക്ക പോകുന്ന ഒരു ഏറുപടക്ക തുല്യം, ഒരേറ് പടക്കത്തിന് രാവിലെ പോരുമ്പോ ഞാൻ മടങ്ങി വരാമെന്നും പറഞ്ഞു പോകുന്നവര് പലരും ചെന്നിട്ടില്ല. ആ സ്ഥാനത്താ ഇപ്പോഴും നമ്മൾ ആരോഗ്യത്തോടെ നിൽക്കുന്നത്. യാത്ര ചെയ്ത് വീട്ടെ വിട്ടു പോകുന്നവർ തിരുപ്പി വരുവേൻ ചൊല്ലി വിട്ടു പോകും. അങ്ങനെയാണെങ്കിൽ എല്ലാവരും മരിക്കും.
അവൻ സ്തോത്രം அப்படியான எல்லாரும் மரிப்பார்கள். ബൈബിൾ പറയുന്ന ആബാലവൃദ്ധം ജനം, எல்லா ஜனங்களும் மரிப்பார்கள். അവര് മരിച്ചവരെല്ലാം ഒരിടത്ത് ചെല്ലും. அவன் மரித்தவர்கள் ஒரு இடத்திலே வருவார்கள். അവസാനം ചെല്ലുന്ന ഭാഗമായി ഇപ്പം വായിച്ചത്. நாம் இந்த வசனத்திலே வாசித்தது கடைசி அவன் நியாய தீர்ப்பின் காலம். ന്യായതീർപ്പിൻ കാലത്തിലേക്ക് വരുമ്പോൾ ആമീൻ വെള്ള സിംഹാസനത്തിന് മുമ്പിൽ നമ്മുടെ കർത്താവ് ഇരിക്കുക. அவன் வெள்ளை சிங்காசனத்தில் இயேசு உட்கார்ந்து கொண்டிருப்பார். കർത്താവ് അന്നേരം പറയും, ആമീൻ സ്തോത്രം, മരിച്ചവർ ആബാലവൃദ്ധം എന്റെ സിംഹാസനം മുമ്പിൽ വരാൻ. ஆமென் ஸ்தோத்திரம். ஆங்காங்கு மரித்தவர்கள் எல்லாரும் அந்த வெள்ளை சிங்காசனத்துக்கு முன்பதாக வருவார்கள். അന്ന് സമുദ്രത്തിൽ മരിച്ചവർ അവിടെ കിടക്കുകയല്ല. ஆமென் ஸ்தோத்திரம். அன்று கடலிலே மரித்தவர்கள் அவர் கடலிலே கிடக்க மாட்டார்கள். ആമീൻ ഫ്ലൈറ്റിൽ പോയവർ കത്തിച്ചാമ്പലായി ചാരമായി, എന്നാലും അവരെവിടെ ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ലെങ്കിലും ஆமென் ஸ்தோத்திரம். பிளைட்லே எரிந்து சாம்பலாய் போனவர்கள் ஆமென் ஸ்தோத்திரம் எங்கே கிடக்கிறார்கள் என்று நமக்கு தெரியாவிட்டாலும் എന്റെ ദൈവം പറയും, ஆமென் ஆண்டவர் சொல்லுவார், ആമീൻ ആമീൻ വൃദ്ധന്മാരെ കൂട്ടി വരുത്തുവീനല്ല. ஆமென் அவருடைய கட்டளைக்கு முன்பதாக அவருடைய கமாண்டிக்கு முன்பதாக எல்லாம் ஸ்தோத்திரம் ஹல்லேலூயா ரூபாந்தரம் கொண்டு வரும். അവരെല്ലാവരും വെള്ള സിംഹാസനത്തിന്റെ മുമ്പിൽ ആ ബാലവൃദ്ധം ജനവും വന്നു നിൽക്കും. அவர்கள் ஸ்தோத்திரம் எல்லாரும் அவன் கிறிஸ்துவின் நியாய ஸ்தலத்துக்கு முன்பதாக வந்து நிற்பார்கள். നിൽക്കുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? அவன் எத்தனை பேர் நம்புகிறீர்கள்? സ്തോത്രം. ഹല്ലേലൂയ. ഇനി താഴോട്ടുള്ള നിങ്ങൾ തന്നെ നിങ്ങളുടെ കാതുകളിൽ കേൾക്കാം. പുസ്തകങ്ങൾ തുറന്നു. ആരുടെ പുസ്തകങ്ങൾ തുറന്നു? എന്റെ കർത്താവിന്റെ മുമ്പിൽ കുറഞ്ഞത് 3 പുസ്തകങ്ങളുണ്ട്. ஆமென் ஸ்தோத்திரம். கர்த்தருடைய சமூகத்திலே 3 குறைந்த அளவு 3 புத்தகங்களாவது ഹല്ലേലൂയ. ഒന്നിന്റെ പേര് ജീവപുസ്തകമെന്ന. ஆமென். முதலாவது இருக்கிறது பேர் ஒரு புத்தகத்தின் பேர் ஜீவ புத்தகம். രണ്ടാമത്തെ പുസ്തകത്തിന്റെ പേര് ഓർമ്മയുടെ പുസ്തകമെന്ന. ஆமென் ஸ்தோத்திரம். இரண்டாவது புத்தகம் ஞாபக புத்தகம். ആമേൻ. പിന്നെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, സ്വർഗ്ഗത്തിൽ എന്നേക്കും സ്ഥിരമായ ഒരു പുസ്തകമുണ്ട്, അതാണ് ദൈവവചനം. ஆமென் ஸ்தோத்திரம். ஆமென் ஸ்தோத்திரம். பரலோகத்திலே ஸ்திரமாக இருக்கிறதான ஒரு வசனம், அது പ്രമാണം ഉണ്ട്, അത് കർത്തരുടെ വചനം. അങ്ങനെയാണെങ്കിൽ കുറഞ്ഞത് നമുക്കറിയാവുന്ന എത്രയുണ്ട്? ഇനി എത്ര ഉണ്ടെന്ന് ആർക്കറിയാം? അവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ. ഇത് തന്നെ വലിയ ഭാരമാണ് നമുക്ക്. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാ ചെയ്താലും അതെല്ലാം എഴുതി വെക്കുന്ന ഓർമ്മയുടെ പുസ്തകം. ആമേൻ 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 ആമേൻ. സ്തോത്രം. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതെല്ലാം എഴുതി വെക്കുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേരെന്തുവാ? ഓർമ്മയുടെ പുസ്തകം. മലാഖിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്മരണയുടെ പുസ്തകം. ഒന്നാമത്തെ പുസ്തകത്തിന്റെ പേര് പെട്ടെന്ന് പറ. ജീവപുസ്തകം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 2 ഓർമ്മയുടെ പുസ്തകം, 3 തിരുവചനം. അങ്ങനെയാണെങ്കിൽ ആമേൻ ഈ പുസ്തകം വെച്ചല്ലേ സ്വർഗം ന്യായം വിധിക്കുന്നത്. இந்த புத்தகத்தை வைத்து தான் தேவன் நம்மை அந்த ஜனத்தை நியாயம் தீர்ப்பார். എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ യോഹന്നാൻ 12:48 ഒരു വാക്യം എഴുതിയിട്ടുണ്ടെന്ന് വായിക്കാമോ? யோவான் 12:48 വാസിக்க കേൾപ്പോ. തള്ളി എൻ വാർത്തകളെ ഏറ്റുകൊള്ള. അത് തന്നെ കറക്റ്റ് ആയിട്ട് ഉറക്കെ വായിച്ചു. അത് എന്നെ തള്ളി എൻ വാർത്തകളെ ഏറ്റുകൊള്ളാதவனை நியாயம் தீர்க்கிறது ஒன்று இருக்கிறது. நான் சொன்ன வசனமே அவனை கடைசி நாளில் நியாயம் தீர்க்கும். എന്റെ വചനം അംഗീകരിക്കാതെ, വാർത്തകളെ കൈക്കൊള്ളാതെ എന്നെ തള്ളുகிறவனே അവൻ ന്യായം തീർக்கிற ഒരു നാളുണ്ട്. நான் பேசுற இந்த வார்த்தைகளே கடைசியாக அவரை நியாயம் தீர்க்கும். ഹല്ലേലൂയ. വചനം മനസ്സിലായവർ ഉറക്കെ ദൈവത്തെ സ്തുതിക്കുക. ഇതൊരു സിനിമ കഥയല്ല. இங்க பேசுகிறது சினிமா கதை அல்ல. ഇതെന്തെങ്കിലും ഒരു സ്റ്റോറി പറയുകയല്ല. ஒரு கதை பேசுகிறது அல்ல. ഇത് ഉയരത്തിലെ കാര്യമാണ് പറയുന്നത്. ലോകത്തിനുடைய കാര്യത്തെ കുറിച്ച് பேசுகிறோம். എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അബേ സഹോദരി, എന്നെ കവനിക്കുന്ന ദേവന്റെ പിള്ളകളെ, ഇത് കൽപ്പിച്ചാക്കിയിരിക്കുന്നത്, അബേ സഹോദരി, ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത്, ഇത് പ്രമാണിക്കാനാണ് നാം വായിച്ചത്. കൈക്കൊള്ളുവதற்காக എഴുതപ്പെട്ടിരിക്കുന്നത്. ഇതിനെ അവഗണിച്ചാൽ ഇதை நாம் தள்ளுவோமானால் ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, വാർത്ത சொல்லுகிறது, അവൻ
നമ്മെ കീറിക്കളയും. അവൻ കർത്താർ ഉന്നെ പീറി പോടുവാൻ ഇപ്പോഴത്തെ സൗന്ദര്യം, ഇപ്പോഴത്തെ ആരോഗ്യം എന്നും നിലനിൽക്കത്തില്ല. இந்த அழகும் அவன் சோதரமேலே இது ஒன்றும் இந்த பூமியிலே நம் சரீரத்திலே நிற்பதில்லை. അതുകൊണ്ട് ஆகையினாலே വായിക്കാം ബാക്കി ഭാഗം പെട്ടെന്ന്. എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നതിന് ഞാൻ ന്യായം വിധിക്കുന്നു. ന്യായം വിധിക്കും. ദൈവ വചനം വെച്ചായിരിക്കും ആൾക്കാരെ ന്യായം വിധിക്കുന്നത്. வார்த்தைகளை தள்ளுகிறவனை இந்த வார்த்தையை வைத்து நான் நியாயம் தீர்ப்பேன் என்று சொல்லுகிறார். അങ്ങനെയാണ് ഇതൊരു ന്യായവിധിയുടെ പുസ്തകം കൂടിയാ. அப்படியானால் இந்த புத்தகம் நியாயம் தீர்க்கிற புத்தகம், ഇത് നമ്മളെ അനുഗ്രഹിക്കുന്ന പുസ്തകം കൂടിയാ. நம்மை ஆசீர்வதிக்கிற புத்தகம் கூட. ഇത് നമ്മെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്ന പുസ്തകമാ. புத்தகம் நம்மை பரலோகத்துக்கு கொண்டு செல்லுகிற ஒரு புத்தகம் கூட. ഇത് നമ്മെ നരകത്തിൽ ആക്കുന്ന പുസ്തകമാ. இது நரகத்துக்கு நேராகவும் இது சோதரமேலியா சூட்டி காட்டுகிற ஒரு புத்தகமாய். ഇത് അനുസരിച്ചില്ലെങ്കിൽ നരകം കിട്ടും. இது கை கொள்ளாவிட்டால் அவன் நீ நரகத்துக்கு போவாய். ഇതിനെ അനുസരിച്ചാൽ പരലോകം கிடைக்கும். இதை நீ கை கொள்வாயானால் பரலோகத்துக்கு போக முடியும். ഇതിന്റെ രണ്ടിന്റെ ഇടയിലായി ഒരു സ്ഥലം ഇല്ല. ஆமென். இதுக்கு இரண்டிற்கும் இடையிலே ஒரு இடம் ஒதுக்கப்படவில்லை. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. യഥാർത്ഥ നരകത്തിൽ ചെല്ലുമ്പോൾ അതിന്റെ അവസ്ഥ അത് മനസ്സിലാക്കിയാൽ നമ്മൾ ഒന്നുകൂടെ ദൈവത്തോട് അടുക്കാനിടയാകും. சோதரன் தேவனுடைய பிள்ளைகளை நரகத்தை குறித்து நாம் அறிந்திருந்தோமானால் தேவனோடு நாம் சேர்ந்து வாழுவோம். ഹല്ലേലൂയ. ഒരു കാര്യം മാത്രം ആ നരകത്തെ പറ്റി പറഞ്ഞേച്ച് വേണേ പറയാൻ ആഗ്രഹിക്കുക. காரியத்தை நான் நரகத்தை குறித்து உங்களை சுட்டிக்காட்ட விரும்புகிறேன். യെശയ്യാവിന്റെ പുസ്തകം 66 21 വാക്യത്തിലേക്ക് വരുമ്പോൾ യെശയ്യാ 66 கடைசி வசனத்தை வாசி. ആ எனக்கு விரோதமாய் பாதகம் செய்த மனுஷன் ദൈവവചനത്തെ അംഗീകരിക്കാതെ ദൈവത്തെ തിരസ്കരിച്ചവന്റെ கர்த்தருடைய வசனத்தை ശവങ്ങളെ നോക്കും. அவன் கர்த்தரை தள்ளி போட்டவர் தள்ளினவர்கள் അവിടുത്തെ ശവങ്ങളെ നോക്കും. அவர்கள் சோதரம் அங்கே இருக்கிற பிரேதங்களை பார்ப்பார்கள். அவருடைய பூச்சி சாகாமலும் ആ அவருடைய அக்கினி அவியாமலும் இருக்கும். അവരുടെ പുഴു ചാകത്തില്ല, ஆமென். അവരുടെ തീ കെട്ടുപോകത്തില്ല. சோதரம் சமான யாவருக்கும் ആ ரசிகராயிருப்பார்கள். സകല ജഡത്തിനും மாம்சமான யாவருக்கும் அவரை பார்க்கும் பொழுது தேவனுடைய பிள்ளைகளே நாம் பார்க்கும் பொழுது பார்க்க முடியாதபடி மிகவும் ஆரோசிகரமாய் காணப்படும். അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, அப்படியானால் தேவனுடைய பிள்ளைகளே മരിച്ചു പോയാൽ ഇവിടെ തന്നെ പോട്ടെ. ആമി സ്വത്രം വലിയ സുഖമൊന്നും ഇല്ലാത്ത ജീവിതമാ. ആമി ഇവിടെ കഴിഞ്ഞ് പ്രമാണം അനുസരിക്കാതെ ചെല്ലുന്നിടത്ത് ചെന്നാൽ ആമി അവിടുത്തെ പുഴു ചാകുന്നില്ല, അവിടുത്തെ തീ കെട്ടുപോകുന്നില്ല. അത് സകല ജഡത്തിനും അറപ്പാകുന്നു എന്ന് തിരുവചനം ഓർപ്പിക്കുമ്പോൾ മടങ്ങി വരാം. அமேஸ்தோத்திரம் அங்கே கிடக்கிறதான பிரேதத்தின் மேல் இருக்கிற புழுக்களும் பூச்சிகளும் சாவதில்லை. அதை அவர்களை பற்றி கொண்டு இருக்கும் தேவனுடைய பிள்ளைகளே, அந்த சரீரத்தை அதை நாம் பார்க்கும் பொழுது நமக்கே ஒரு ஆரோசிகரமாய் இருக்கு, பார்க்க முடியாதபடி. അങ്ങനെയാണെങ്കിൽ அப்படியானால் ഇന്ന് രാവിലെ വായിച്ചു കേട്ട വെളിപ്പാട് 22 20 അധ്യായത്തിൽ നമ്മളിങ്ങനെ வெளிப்படுத்தின விசேஷம் 20 அதிகாரத்தில் நாம் வாசித்தோம். ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. சாட்சியாக அறிவிக்கிறவர் மெய்யாகவே நான் சீக்கிரமாய் வருகிறேன் என்றார். അത് മതി, നിർത്തിക്കോ. അവിടെ അങ്ങോട്ട് പോകാൻ സമയമില്ല. അവസാന ഭാഗം ഇങ്ങനെ വായിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും, എന്റെ ഭാഷ പറഞ്ഞ ഏവളെയും, അമ്മേ ഏവനെയും ഏവളെയും കത്തുന്ന തീപ്പൊയ്കയിൽ. தேவனுடைய பிள்ளைகளே, அமேஸ்தோத்திரமல்ல, ஜீவ புஸ்தகத்தில் பெயர் எழுதி காணப்படாதவன் எவனோ எவளோ அமேஸ்தோத்திரம் அவளை எரிகிறதான அக்கினியும் கந்தகம் எரிகிற கடலிலே தள்ளி போடுவார்கள். ഈ സത്യം വചനമാണ്. இது உண்மை, ഇത് സത്യവചനമാണ്. இது சத்தியம். അനുസരിക്കാൻ, കേട്ടിട്ടും മനസ്സിലാക്കാൻ കഴിയാതെ ആരെങ്കിലും തീരുമാനമെടുക്കാതെ പോകുന്നെങ്കിൽ, കേട്ട് കീഴ്പടിവதற்கு മനസ്സില്ലാமல் போவீர்களானால், ഒരു പക്ഷേ ഇതൊരു അവസാന മെസ്സേജ് ആണോ എന്ന് ആർക്കറിയാം. ஒருவேளை உன் வாழ்க்கையிலே இது கடைசி செய்தியாக, ഇതൊരു അവസാന മെസ്സേജ് ആണെന്ന് ആർക്കറിയാം. கடைசியாய் காணப்படலாம். Praise the Lord. ഹല്ലേലൂയ. മടങ്ങി വരാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്. திரும்பி வருவீர்கள். ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത, ஜீவ புஸ்தகத்தில் பெயர் எழுதாதபடி ഏവരെ കത്തുന്ന തീപ്പൊയ്കയിൽ തള്ളി. அங்கே பெயர் இல்லாதவர்களை அக்கினி கந்தகம் எரிகிற கடலிலே போட தள்ளப்படுவார். ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും പകലിലെ എൻ വാർത്തകളെ കവനിக்கிற தேவனுடைய பிள்ளைகளே, എന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെടണം. എൻ பெயர் அந்த ஜீவ புஸ்தகத்தில் எழுதப்பட வேண்டும். ആരെങ്കിലും ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ
വിരുപ്പുണ്ടെങ്കിൽ, அப்படி யாராவது நீங்கள் விரும்புவீர்களானால் ആ ഇരിപ്പിൽ ഇരുന്നു കൊണ്ട്, இந்த இடத்திலே இருக்கிற அதே இடத்திலே இருந்து കണ്ണുകളെ അടച്ചുകൊണ്ട് நீங்கள் കണ്ണുകളെ മൂടി ആ വലങ്കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചാൽ വലത് കൈയെ നിങ്ങൾ ഞാൻ ഉയർത്തുവീர்களானால் നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. நாங்கள் உங்களுக்காக ஜெபிப்போம். ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ நாங்கள் ആഗ്രഹിക്കുന്നു. உங்களுக்காக ஜெபிப்போம். എനിക്ക് സ്വർഗത്തിൽ പോകണം. எனக்கு പരലോകത്തിൽ കരം ഉയർത്തിപ്പിടിച്ചോ, ലജ്ജിക്കണ്ട. വെட்கப்பட ഇത് മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. வேற யாருக்கும் செய்ய முடியாது. ഹല്ലേലൂയ, ഇത് യേശുവിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. മാത്രമേ முடியும். അങ്ങനെയാണെങ്കിൽ എനിക്ക് യേശുവിനെ വേണം. எனக்கு இயேசு வேண்டும். ഈ യേശുവിനെ എനിക്ക് വേണം. இந்த இயேசு எனக்கு வேண்டும். ജീവപുസ്തകത്തിൽ എന്റെ പേര് എഴുതപ്പെടണം ജീവ പുസ്തകത്തിൽ എൻ പേര് എന്ന് ആഗ്രഹിക്കുന്നവര് നിങ്ങളുടെ കരം ഒന്നുകൂടെ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. തൂക്കി പിടിക്കണം. ആ ഉയർത്തിയ കരത്തിനായി സ്തോത്രം. ഉയർത്തുന്ന കരങ്ങൾക്കാக ആ നന്ദി. ഉയർത്തിയ രണ്ടാമത്തെ കരത്തിനായി സ്തോത്രം. കരങ്ങൾക്കാக നന്ദി. ആ ഉയർത്തിയ മൂന്നാമത്തെ കരത്തിനായി സ്തോത്രം. ഉയർത്തുന്ന കരങ്ങൾക്കാக ഇന്ന് പകൽ ആരെങ്കിലും ഇനി ഉണ്ടോ നിങ്ങളുടെ വലകരങ്ങളെ ഉയർത്തിപ്പിടിക്കാം. யாராவது இருப்பீர்களானால் ആ നാലാമത്തെ കരത്തിനായി സ്തോത്രം. நான்காவது கைகளுக்காக ഇന്ന് പകൽക്കാലം ദൈവവചനം കേട്ട പ്രിയപ്പെട്ടവരെ, നിങ്ങളെ മാനിക്കുവാൻ ഇവിടെ എത്തിച്ചതാണെങ്കിൽ, ஆமென். கர்த்தருடைய வசனத்தை கேட்ட தேவனுடைய பிள்ளைகளே, உங்களை கனப்படுத்தும்படியாக ஆண்டவர் உங்களை இந்த இடத்திலே கொண்டு வந்தார். ഇന്ന് രാവിലെ ആ കരങ്ങളെ താഴ്ത്തിയിടാം. கைகளை താഴ്ത്തി ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയം ദൈവം കാണുന്നുണ്ട്. உங்கள் இருதயத்தை தேவன் பார்க்கிறார். ഹല്ലേലൂയ, ദൈവം കാണുന്നുണ്ട്. உங்கள் இருதயத்தை தேவன் பார்க்கிறார். ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, வேதம் இப்படியாக ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ആമേൻ. സ്തോത്രം. ജീവ പുസ്തകത്തിൽ പേരെഴുതപ്പെടാത്ത അവരെ കത്തുന്ന തീപ്പൊയ്കയിൽ തള്ളിയിടും. ആമേൻ. സ്തോത്രം. അവர்களை അഗ്നി ഗന്ധമേറിയ എന്നാൽ തള്ളുവാർ. എന്നാൽ ഹൃദയം നിങ്ങൾ യേശുവിനെ വിശ്വസിച്ചാൽ, ஆனால் நீங்கள் இயேசுவை இருதயத்தில் விசுவாசித்து വാ കൊണ്ട് ഏറ്റു പറഞ്ഞാൽ உங்கள் வாயினால் நீங்கள் ஏற்று சொல்ல അവൻ രക്ഷപ്പെടുമെന്ന് തിരുവചനം ഓർപ്പിക്കുന്നു. கர்த்தருடைய வசனம் சொல்லுகிறது, நீங்கள் ரட்சிப்புக்குள்ளாக வருகிறீர்கள் என்று. ആ രക്ഷപ്പെടാൻ വേണ്ടി കരമുയർത്തിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. அப்படி ஆமென். ஸ்தோத்திரம். தன்னை ஒப்பு கொடுத்தவர்களுக்காக நான் கர்த்தருக்கு நன்றி செலுத்துகிறேன். അടുത്തതാണ് യേശു ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തുവാൻ എന്റെ കർത്താവ് വീണ്ടും മടങ്ങി വരും. ஆமென். ஸ்தோத்திரம். அதுக்கு பிற்பாடுதான் இயேசு தான் இருக்கிற இடத்திலே அவர்களை நம்மை சேர்த்துக் கொள்ளும்படி அவர் வருவார். அவர் Praise the Lord. ஹல்லேலூயா. യേശുവിനോട് ചേരണമെങ്കിൽ, இயேசுவோடு நாம் சேரப்பட வேண்டும். യേശു ഇരിക്കുന്നിടത്ത് ഇരിക്കണമെങ്കിൽ, அவன் இயேசு இருக்கிற அதே இடத்தில் நாம் இருக்கப்பட வேண்டும். യേശു വരുമ്പോൾ നമ്മെ കെട്ടിപ്പിടിച്ച് കൊണ്ടുപോകണമെങ്കിൽ, இயேசு நம்மை அரவணைத்து அவர் கொண்டு போக வேண்டும் என்று ആ சொன்னார். യേശുവിന്റെ കൂടെ തല്ലണമെങ്കിൽ ഇന്ന് പകൽ നടന്നതുപോലെ ജ്ഞാനസ്നാനത്തിലേക്ക് നമ്മൾ അടുത്തു വരണം. ஆமென். ஸ்தோத்திரம். அப்படி ஆமென். ஸ்தோத்திரம் செய்ய வேண்டுமானால், இயேசு உங்களை சேர்க்க வேண்டுமானால், இன்றைக்கு நாம் கண்டது போல ஞான ஸ்நானத்தை நாம் பெற்றுக்கொள்ள வேண்டும். എത്ര പേര് തീരുമാനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നു? எத்தனை பேர் அதை அவன் விசுவாசித்து தீர்மானம் எடுக்க? ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് അവസാനിപ്പിക്കട്ടെ. ஒரு கேள்வி கூட உங்களோடு கேட்டு நான் நிறுத்த விரும்புகிறேன். ഹല്ലേലൂയ, യേശുവിനോട് ചേരുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? இயேசுவோடு ചേരുவதற்கு എത്ര പേർ വിരുമ്പുகிறீர்கள்? എത്ര പേർക്ക് കൊതിയുണ്ട് യേശുവിനോട് ചേരാൻ? നാളെയാട്ട് എന്ന് പറയുമ്പോൾ രാത്രി നീ കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമോ എന്ന് ആർക്കറിയാം? நாளை என்று சொல்லி அவன் நாட்களை தள்ளும் பொழுது இரவு தூங்கி காலையில் எழும்போது நமக்கு நிச்சயம் இல்லாமல் இருக்கிறது. ചിലര് പറയും, ഞാൻ ഒന്നുകൂടെ ശുദ്ധീകരിക്കപ്പെടട്ടെ. വിശുദ്ധീകരിക്കപ്പെടട്ടെ. വെറും പടമാ. ആമി ശുദ്ധീകരിക്കുന്നവൻ സ്വർഗമാ. ஆமென். ஸ்தோத்திரம். தேவனுடைய பிள்ளைகளே, சிலர் சொல்லுகிறார்கள், எண்ணுகிறார்கள், நான் இன்னும் பரிசுத்தமாக வேண்டும், அதற்கு பிறகு ஞானஸ்நானம் எடுக்கிறேன் என்று சொல்லி. ஒருபோதும் அது நடக்காது. பரலோகத்தின் பரிசுத்த ஆவியானவர் நீ பரிசுத்தமாவதில்லை. Praise the Lord. Hallelujah. അതുകൊണ്ട് ഇന്ന് ഇതാ ഒരു തീരുമാനം എടുക്ക. ഇന്ന് ഒരു തീരുമാനത്തെ നീ എടുത്തുകൊൾ. ഹല്ലേലൂയ. നിന്റെ ഭർത്താവിന് നിന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല. ഒരു പുരുഷനുക്ക് ഉന്നെ രക്ഷിക്കാൻ முடியாது. മാതാപിതാക്കൾക്ക് രക്ഷിക്കാൻ കഴിയത്തില്ല. മറ്റവർക്ക് ഉന്നെ രക്ഷിക്കാൻ முடியாது. മറ്റാർക്കും രക്ഷിക്കാൻ പറ്റത്തില്ല. ഉന്നെ രക്ഷിപ്പുകളാക നടത്താൻ முடியாது. ഒരേ ഒരുവനെ ഒക്കത്തുള്ളൂ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ആമേൻ. ഒരുവർക്ക് താൻ முடியும். நானே வழியும் சத்தியமும் ஜீவனுமாய் இருக்கிறேன் என்று சொன்ன இயேசுவால் മാത്രമേ. മടങ്ങി വാ. திரும்பி வா. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? എന്റെ ഒരു സ്നേഹിതൻ പാകിസ്ഥാനിയാണ്. അയാള് രാത്രി ഉറങ്ങിയതാ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ലോകം വിട്ടുപോയി. என்னுடைய ஒரு கூட்டுக்காரன் நண்பன் பாகிஸ்தானி படுத்து தூங்கி அவன் அப்படியே போய்விட்டான். ഇന്ന് രാവിലെ സമയം സഹോദര
സഹോദരി, அன்பு சகோதரனே சகோதரி, ആമി പെർമനന്റ് അല്ലാത്ത ഒരു ജീവൻ അകത്ത് കൊണ്ട് നടക്കുന്നവരാ നമ്മള്. ஸ்தோத்திரம். ஆமென். பெர்மனன்ட் இல்லாத ஒரு ஜீவனை நாம் கொண்டு நடக்கிறோம். മടങ്ങി വരാം. திரும்பி வாருங்கள், மனம் திரும்புங்கள். എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? எத்தனை பேர் விரும்புகிறீர்கள்? വീണ്ടും ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ ஆமென். ஸ்தோத்திரம். എന്നെ പരിശുദ്ധാത്മാവ് ശക്തമായി നിർബന്ധിക്കുന്നതിനാൽ ഞാൻ വീണ്ടും സംസാരിക്കുക. ஆவியானவர் ஆமென் என்னை ஏவி கொண்டு இருக்கிறபடினாலே பேசுகிறேன். ഈ രാവിലെ ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? காலையிலே ஒப்பு കൊടുப்பீர்கள். നിങ്ങൾക്ക് ഒരു ചാൻസ് കൂടെ ഞാൻ തരികയാ. உங்களுக்காக ஒரு அவசரத்தை ஆண்டவர் രക്ഷിക്കപ്പെടുവാൻ കരങ്ങളെ ഉയർത്തിയവർക്കായി സ്തോത്രം. ஆமென். രക്ഷിப்புக்காக தன் കരങ്ങളെ ஒப்பு കൊടുത്തവർക്കാக സ്തോത്രം. യേശുവിനെ ജലത്തിൽ സ്നാനപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ஆமென். ஸ்தோத்திரம். ஞானஸ்நானம் பெற வேண்டும் என்று சொல்லி யாராவது விரும்புகிறவர்கள் இருந்தால் അങ്ങനെയുള്ളവർ അവരുടെ വലങ്കരങ്ങളെ ഉയർത്തിപ്പിടിക്കാം. அப்படிப்பட்டவர்கள் உமது வலது கரங்களை தூக்கி பிடிக்கலாம். ഏതെങ്കിലും ഒരു അവസരം സ്വർഗം എനിക്ക് തന്നാൽ எப்போதாவது எனக்கு ஒரு அவசரம் என் ஆண்டவர் தருவாரானால் ഞാൻ യേശുവിനോട് ചേരുവാൻ ആഗ്രഹിക്കുന്നു. இயேசு கிறிஸ்துவோடு சேருகிற ஞானஸ்நானத்தை பெறுவேன். അങ്ങനെയുള്ളവരുടെ കരങ്ങളെ ഉയർത്തിപ്പിടിക്കാം. அப்படிப்பட்டவர்கள் ஆமென். ஸ்தோத்திரம். உங்கள் கரங்களை ആ ഉയർത്തിയ കരത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ஸ்தோத்திரம். உயர்த்தின കരத்துக்காக ആ ഉയർത്തിയ കരത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഉയർത്തിന കരത്തുക്കാக ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വലങ്കരങ്ങളെ ധൈര്യത്തോടെ ഉയർത്താം. ஆமென். ஸ்தோத்திரம். பயக்கூடாத தைரியமாக உங்கள் கரங்களை தூக்குங்கள். അമ്മ ഉയർത്തിയ രണ്ടാമത്തെ കരത്തിനായി സ്തോത്രം. இரண்டாவது கரங்களுக்காக நன்றி செலுத்துங்கள். കർത്താവ് അനുഗ്രഹിക്കട്ടെ. நம்மை ஆசீர்வதிப்பாராக. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാതെ പ്രാർത്ഥിക്കാം. ஆமென். ஸ்தோத்திரம். அன்புமிக்கு பார்க்காதபடி യേശുവിന്റെ കരമാണ് ഇന്ന് പകൽക്കാലം ദൈവസഭയിൽ വെളിപ്പെടുന്നത്. നമുക്ക് ഒന്നിച്ച് ദൈവസഭയെ പ്രാർത്ഥിക്കണം. നമുക്ക് ആமென் ചേർന്ന് ജപിப்போம். ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വലങ്കരങ്ങളെ ഉയർത്തിപ്പിടിക്കാം. யாராவது அப்படி தீர்மானம் எடுக்கிறவர்கள் இருந்தால் கைகளை உயர்த்தலாம். ഈ ഉയർത്തിയ രണ്ട് കരത്തെ ഇന്ന് അനുഗ്രഹിക്കട്ടെ. ஆமென். ஸ்தோத்திரம். இந்த கைகளை தூக்குறவர்கள் இரண்டு பேரை கர்த்தர் ഈ ஆசீர்வதிப்பார். വചനം സത്യമാണെന്ന് ബോധ്യമുള്ള പ്രിയപ്പെട്ടവരെ, ஆமென். ஸ்தோத்திரம். கர்த்தர் வசனம் உண்மை என்று நம்புகிற தேவனுடைய பிள்ளையே, ദൈവകരങ്ങളിൽ നമ്മെ സറണ്ടർ ചെയ്യാം. கர்த்தருடைய കരങ്ങളിலே നമുക്ക് ഒപ്പ് കൊടുப்போம். ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങളെ താഴ്ത്തിയിടാം. நம் கைகளை தாழ்த்துங்கள். നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് எல்லாரும் നിൽക്കാം. எழும்பி ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ஆமென். நாம் ஜெபிக்க போகிறோம். എല്ലാ പ്രിയപ്പെട്ട എഴുന്നേറ്റ് നിൽക്കാം. எல்லாரும் எழும்பி நிற்போம். പെട്ടെന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. ஆமென். ஸ்தோத்திரம். சீக்கிரம் സ്തോത്രം, 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 സ്തോത്രം. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, பேர் விழிக்கும் நேரம் காணும், പേർ വിളിക്കും നേരം കാണും എൻ പേരോ. നമുക്ക് കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. கர்த்தருடைய கரங்களில் ஒப்பு கொடுப்போம். നമുക്ക് എല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം. கண்களை மூடுவோமா? ഹല്ലേലൂയ, ஹல்லேலூயா. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുവാനായി കരമുയർത്തിയ സഹോദരങ്ങളുണ്ട്. அவன் ரட்சிப்புக்காக தன் கரங்களை தூக்குற தேவனுடைய பிள்ளைகளே, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. அவர்களுக்காக நான் ஜெபிக்க விரும்புகிறேன். ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. நாங்கள் ஒன்றாக சேர்ந்து ஜெபிக்க விரும்புகிறோம். സഭ ഒന്നടങ്കം ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. சபை சேர்ந்து ஜெபிக்க விரும்புகிறோம். കരമുയർത്തിയ പ്രിയപ്പെട്ട ദൈവം അനുഗ്രഹിക്കട്ടെ. அவன் കരங்களை തൂക്കുന്നവர்களை ആண்டவர் ആശീർവദിപ്പാராக. ജ്ഞാനത്തിനു വേണ്ടി കരങ്ങൾ ഉയർത്തിയ പ്രിയപ്പെട്ടവരെ സ്വർഗം അനുഗ്രഹിക്കട്ടെ. அவன் ஞானஸ்நானத்திற்காக தன்னை ஒப்பு கொடுத்தவர்களை கர்த்தர் ஆசீர்வதிப்பாராக. ഞാൻ അവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. நான் அவர்களுக்காகவும் நாங்கள் ஜெபிக்கிறோம். ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. எல்லாரும் കണ്ണുകളെ മൂടുക. എത്ര പേര് പ്രാർത്ഥിക്കും? നിങ്ങളുടെ കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തി പിടിച്ചാട്ടെ. எல்லாரும் கண்களை மூடி കരങ്ങളെ ഉയർത്തി ஜெபிப்போமா? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ஹல்லேலூயா. രക്ഷിക്കപ്പെടുവാൻ കരങ്ങളെ ഉയർത്തിയ പ്രിയപ്പെട്ടവര്, ரட்சிப்புக்குள்ளாக ஆமென். ஸ்தோத்திரம். ரட்சிக்கப்பட வேண்டும் என்று சொல்லி விரும்புகிற தேவனுடைய பிள்ளைகளே, ആ പ്രിയപ്പെട്ടവരെ എന്നോട് ചേർന്ന് ഞാൻ പറയുന്ന കാര്യം ഏറ്റു പറയണം. நீங்கள் ஆமென் பாஸ்டர் சொல்லுகிறதான வார்த்தையை நீங்கள் ஏற்று சொல்ல வேண்டும். രക്ഷിക്കപ്പെടുവാൻ കരങ്ങൾ ഉയർത്തിയ പ്രിയപ്പെട്ടവർ, ரட்சிக்கப்படும்படியாக கைகளை தூக்கினவர்கள், അവർ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്നോട് ചേർന്ന് പറയണം. நாங்கள் சொல்லுகிற வார்த்தையை நீங்கள் சேர்ந்து ஏற்று சொல்ல வேண்டும். അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടി പറയട്ടെ. ஆமென். உங்கள் ஞாபகத்துக்காக சொல்லுகிறேன். ഒന്ന്, അവർ യേശുവിനെ വിശ്വസിക്കണം. முதலாவது நீங்கள் இயேசுவை விசுவாசிக்க வேண்டும். ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. இருதயத்தில் நீ விசுவாசிக்க வேண்டும். വായ് കൊണ്ട് ഏറ്റു പറയുന്നവർ, அதை வாயினால் நீ அறிக்கையிட வேண்டும். അവർ രക്ഷിക്കപ്പെടും. அப்படிப்பட்டவர்கள் അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളവർ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്നോട് ചേർന്ന് പറയണം. அப்ப ஆமென். ஸ்தோத்திரம். நான் சொல்லுகிறதை நீங்கள் ஏற்று சொல்லுங்கள். നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുൻപ് உங்களுக்காக ஜெபிக்கும் முன்பதாக ഞാൻ പറയുന്ന കാര്യം
എല്ലാരും ശ്രദ്ധിച്ചാട്ട്. അവന്റെ വാർത്തയെ കവനിങ്ങൾ. എന്റെ ദൈവമായ കർത്താവേ, ദേവനാകിയ കർത്താവേ, ആ പ്രിയപ്പെട്ടവര് ഒന്നിച്ചു പറഞ്ഞാട്ട്, എന്റെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയുടെ സന്നിധി കടന്നു വരുന്നു. സമൂഹത്തിലെ വരുகிறேன். യേശു ദൈവപുത്രനാണെന്ന്, യേശു ദേവകുമാരൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിக்கிறேன். എന്റെ പാപത്തിനു പരിഹാരകനായി എൻ പാപങ്ങൾക്ക് പരിഹാരமாக കാൽവറിയിൽ യേശു മരിച്ചു. യേശു കൽവാരി സിലുവയിൽ മരിത്താർ. മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. മൂന്നാമത്തെ നാൾ അവർ എഴുപ്പിനാർ. ഇന്ന് പിതാവിന്റെ വലത്തുഭാഗത്ത് പിതാവിൻ വലതു പക്കത്തിലെ എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത எனக்காக பரிந்து பேசுகிறவராய் ജീവിച്ചിരിക്കുന്നു എന്ന് சொல்லி ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഈ പ്രായം വരെ ആയുഷ്കാലം വരെയിലും അറിഞ്ഞും അറിയാതെ വന്നുപോയ தெரிந்தோ தெரியாமலோ செய்த എല്ലാ തെറ്റുകളും കുറ്റങ്ങളും എല്ലാ തെറ്റ് കുറ്റങ്ങൾ പാവങ്ങളെ എന്നോട് ക്ഷമിക്കണമേ. எனக்கு மன்னித்து மறக்கணுமே. അങ്ങയുടെ പൈതലായി ജീവിക്കുവാൻ பிள்ளையாய் நான் வாழ்வதற்கு എന്നെ സമർപ്പിക്കുന്നു. என்னை நான் தருகிறேன். എന്നെ അനുഗ്രഹിക്കണമേ. എന്നെ ആശീർവദിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാവർക്കും ഒന്നിച്ചു പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ശ്രോത്രം, ഞാൻ ആ കരങ്ങൾ ഉയർത്തിയ പ്രിയപ്പെട്ടവരെ അവസാനമായിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ സെക്ഷൻ ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഒറ്റ വാക്കിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഒന്നിച്ചു പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കരമുയർത്താമോ? എല്ലാരും കരങ്ങളെ തൂക്കി പിടിപ്പോമോ? ആ ആരംഭത്തിൽ കരങ്ങൾ ഉയർത്തിയ രക്ഷിക്കപ്പെടാൻ കരമുയർത്തിയവർക്ക് വേണ്ടിയും മുതലാവത് രക്ഷിപ്പുക്കാക തൻ കരങ്ങളെ തൂക്കിനവരും ജ്ഞാനത്തിനു വേണ്ടി കരമുയർത്തിയവരെയും അനുഗ്രഹിച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ. എത്ര പേര് പ്രാർത്ഥിക്കും? ഇടബലം നോക്കരുത്, ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. കരമുയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടാൻ കരമുയർത്തിയ 4 പ്രിയപ്പെട്ടവരെയും ആമി സ്ഥാനത്തിനു വേണ്ടി സമർപ്പിച്ച ആ 2 പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിച്ച് നമുക്ക് ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. രക്ഷിപ്പുക്കാക കരങ്ങളെ ഉയർത്തുന്ന 4 പേരെയും ചേർത്ത് ആശീർവദിച്ച് നമുക്ക് ജപിക്കാം. ഗ്ലോറി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രാർത്ഥിക്കപ്പെട്ടത് നന്ദിയോടെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഒന്നേർന്ന ആ കരങ്ങൾ ഉയർത്തിയവർക്ക് നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ഈ കൽപ്പന ദൈവത്തിന് സമർപ്പിച്ച കർത്താവേ, സ്വർഗം അനുഗ്രഹിച്ച മഹിമപ്പെട്ടതായി കർത്താവേ, ഒരുമിച്ച് ഞങ്ങൾ നന്ദി പറയുന്നു. സകലമാനവത്വം സ്വർഗത്തിൽ തരുന്നു. പ്രാർത്ഥനയായി തോത്രനാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഒരു പാട്ട് പാടി സ്വന്തരാഴ്ച എടുത്തിരിക്കും. ഒരു പാട്ട് പാടി സ്വന്തരാഴ്ച എടുത്തിട്ട് അങ്ങ് ഇരിക്കാം. സ്വതന്ത്ര 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 സ്വതന്ത്ര